ബാബുൻ നഹി അനി തശബ്ബുഹി ബിശ്ശൈത്വാനി വൽ കുഫാർ. സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, വിശ്വാസികളെ, റിയാദുസ്സാലിഹീനിൽ വിവിധ അധ്യായങ്ങളിലൂടെയായി അള്ളാഹു വിരോധിച്ചിട്ടുള്ള വ്യത്യസ്തങ്ങളായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള നമ്മുടെ ഈ പഠന സംരംഭത്തിൽ ഇന്ന് നമുക്ക് കേൾക്കുവാനുള്ള അധ്യായം ബാബുൻ നഹി അനി തശബ്ബുഹി ബിശ്ശൈത്വാനി വൽ കുഫാർ എന്ന അധ്യായമാണ്. അതായത് അന്നഹിയു അനി തശബ്ബുഹി ബിശ്ശൈത്വാൻ. തശബ്ബുഹ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാദൃശ്യമാവൽ എന്നാണ്. തശബ്ബഹ സാദൃശ്യമായി. അന്നഹിയു അനി തശബ്ബുഹി, നഹി എന്ന് പറഞ്ഞാൽ വിരോധിക്കപ്പെട്ട കാര്യമാണ്. അനി തശബ്ബുഹി സാദൃശ്യമാകൽ വിരോധിക്കപ്പെട്ട കാര്യമാണ് എന്ന് പറയുന്ന അധ്യായം. ആരോടെല്ലാം? ബിശ്ശൈത്വാനി വൽ കുഫാർ, പിശാചിനോടും അതുപോലെ തന്നെ സത്യനിഷേധികളോടും സാദൃശ്യമാകുന്നത് വിരോധിക്കപ്പെട്ട കാര്യമാണ് എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുവാനുള്ളത്. ഒന്നാമതായി നൽകപ്പെട്ടിട്ടുള്ള ഹദീസ് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഅകുലൂ ബിശ്ശിമാൽ ഫഇന്ന ശൈത്വാന യഅകുലു വയശ്റബു ബിശിമാലിഹി. റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. അടുത്ത ഒരു ഹദീസും അതുമായി ബന്ധപ്പെട്ട ഹദീസ് തന്നെയാണ്. വഅൻ ഇബ്നു ഉമറ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലാ യഅകുലന്ന അഹദുകും ബിശിമാലിഹി വലാ യശ്റബന്ന ബിഹാ ഫഇന്ന ശൈത്വാന യഅകുലു ബിശിമാലിഹി വയശ്റബു ബിഹാ. റവാഹു മുസ്ലിം റഹിമഹുല്ലാഹ്. ഇവിടെ ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇസ്ലാം നമ്മളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. മുസ്ലിമിന് ഒരു പ്രധാനപ്പെട്ട സംസ്കാരമുണ്ട്. ഇസ്ലാമിൻ്റെ സംസ്കാരം അത് വേറിട്ട ഒരു സംസ്കാരം തന്നെയാണ്. മറ്റാരോടെങ്കിലും പ്രത്യേകമായ ഒരു വർഗീയതയോ മറ്റേതെങ്കിലും കാരണത്താലോ അല്ല ഇസ്ലാം അതിൻ്റെ സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്. മറിച്ച് പ്രമാണങ്ങളിൽ എന്തൊക്കെയാണോ നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ അത് കൃത്യമായി എല്ലാ കാര്യങ്ങളിലും നിറവേറ്റി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് വിശ്വാസികളുടെ നിലപാട്. മുസ്ലിം എപ്പോഴും അവൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി നിലനിർത്തേണ്ടവനാണ്. അതും ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ സദാ ആ പ്രതിജ്ഞ പുതുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. നമസ്കാരത്തിന് കൈകെട്ടി നിന്നാൽ നമ്മുടെ പ്രാരംഭ പ്രാർത്ഥനയിൽ പല പ്രാർത്ഥനകൾ ചൊല്ലുന്ന കൂട്ടത്തിൽ നമുക്ക് വജ്ജഹത്തു ചൊല്ലുമ്പോൾ ആ പ്രാരംഭ പ്രാർത്ഥനയിലൂടെ നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ എടുക്കുന്ന ഒരു കരാറ് കൂടിയാണത്. വജ്ജഹത്തു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹ് വബിദാലിക ഉമിർതു വ അന മിനൽ മുസ്ലിമീൻ. ഞാൻ ബഹുദൈവാരാധകന്മാരിൽ പെട്ടവനല്ല, ബഹുദൈവാരാധന ചെയ്യരുതെന്ന് കൽപ്പിക്കപ്പെട്ടവനാണ് ഞാൻ. എൻ്റെ നമസ്കാരം, എൻ്റെ മറ്റനുഷ്ഠാനങ്ങൾ, എൻ്റെ ജീവിത നടപടിക്രമങ്ങൾ ഇനി ഞാൻ അവസാനം മരിക്കുമ്പോഴും അത് എന്നെ സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടാവായ ഞാൻ ആരിലേക്കാണോ ആത്മാർത്ഥമായി എൻ്റെ മുഖം തിരിച്ചിട്ടുള്ളതെങ്കിൽ ആ സൃഷ്ടാവിൻ്റെ പ്രീതിക്കും തൃപ്തിക്കും വേണ്ടി മാത്രമായിരിക്കും. അത് പൂർണ്ണമായും അംഗീകരിക്കുന്ന ഒരു മുസ്ലിമാണ് ഞാൻ. ഇതാണല്ലോ നമ്മുടെ ആ ദുആഉൽ ഇസ്തിഫ്താഹ്, ആ പ്രാരംഭ പ്രാർത്ഥനയുടെ ചുരുങ്ങിയ ഒരു പൊരുള്ളതാണല്ലോ. പല നമ്മൾ 5 നേരം പറയുന്നുണ്ട്, പല നമസ്കാരങ്ങളിലും പറയുന്നുണ്ട്.
അതേപോലെ തന്നെ ഒരു മുസ്ലിം അങ്ങനെ പ്രഖ്യാപിക്കേണ്ടവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല സ്വഭാവമായിട്ട് എടുത്തു പറയുന്നുമുണ്ട്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹു തആല ഒരു നല്ല പ്രധാനപ്പെട്ട ഒരു വിശ്വാസിയുടെ ഗുണമായിട്ടാണ് അവിടെ പറയുന്നത്. വമൻ അഹ്സനു ഖൗലൻ, വാക്കിനാൽ ഏറ്റവും നല്ലത് പറഞ്ഞവൻ ആരാ ഉള്ളത്? മിമ്മൻ ദആ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ വാക്ക് നല്ലത് പറഞ്ഞവൻ ആരാ ഉള്ളത്? അപ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കുള്ള ക്ഷണം. വഅമില സാലിഹ, മറ്റുള്ളവരെ ക്ഷണിച്ചാൽ പോരാ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യണം. ആ നിലക്കുള്ള സൽക്കർമ്മചരിതമായ ജീവിതം ജീവിക്കുകയും ചെയ്യുന്നവനേക്കാൾ, അതേപോലെ തന്നെ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവനേക്കാൾ മുന്തിയ വാക്ക് പറഞ്ഞവൻ വേറെ ആരാണ് ഉള്ളത്? അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നൊരു ചുരുക്കത്തിൽ, ഒരു മുസ്ലിം എന്ന് പറയുന്നത് ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ നീന്തേണ്ടവനല്ല. മുസ്ലിമിന് മുസ്ലിമിൻ്റേതായ ഐഡൻറ്റിറ്റി ഉണ്ട്. വലൗകാന വഹ്ദ, അവൻ ഒറ്റക്കാണെങ്കിലും. അവിടെ ഭൂരിപക്ഷം നോക്കിയിട്ടോ അതല്ലെങ്കിൽ ധാരാളക്കണക്കിന് സ്വാധീനമുള്ള ആളുകൾ എങ്ങോട്ട് ചായുന്നു എന്ന് നോക്കിയിട്ടോ ഒന്നുമല്ല ഒരു മുസ്ലിം അവൻ്റെ ഐഡൻറ്റിറ്റി നിശ്ചയിക്കേണ്ടത്. മറിച്ച് അവനെ സൃഷ്ടിച്ചിട്ടുള്ള സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് എന്താണോ കൃത്യമായി പഠിപ്പിച്ചിട്ടുള്ളതെങ്കിൽ അതായിരിക്കണം ഒരു മുസ്ലിമിൻ്റെ ഐഡൻറ്റിറ്റി. അത് അംഗീകരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിയേക്കാം, കുറഞ്ഞേക്കാം, ചിലപ്പോൾ അവൻ മാത്രമായേക്കാം, ഒറ്റപ്പെട്ടേക്കാം. അതൊന്നും ഇവിടെ വിഷയമല്ല. കാരണം നന്മ തിന്മകളുടെ മാനദണ്ഡം ഒരിക്കലും ഭൂരിപക്ഷമാണെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. മറിച്ചാണ് പറഞ്ഞതും, വഇൻ തുതി അക്സറ മൻ ഫിൽ അർളി യുദില്ലൂക അൻ സബീലില്ലാഹ്, ഭൂമിയിലുള്ള മഹാഭൂരിപക്ഷത്തെ നീ അനുസരിക്കുകയാണെങ്കിൽ അവർ നിന്നെ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ശരിയായ മാർഗത്തിൽ നിന്നവർ നിന്നെ പിഴപ്പിക്കും. അപ്പോൾ ഭൂരിപക്ഷം പിഴവിലാണ് എന്ന് ആയതുകൊണ്ട് മനസ്സിലായി. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, സൂറത്ത് യൂസുഫ്. അവരിൽ അധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, അവർ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന നിലയിലല്ലാതെ. അപ്പോൾ ഭൂരിപക്ഷം ആളുകളും ശിർക്ക് ചെയ്യുന്നവരാണ് എന്നും ഖുർആൻ പറഞ്ഞു. ഖുൽ ലാ യസ്തവിൽ ഖബീസ് വത്തയ്യിബ് വലൗ അഅജബക കസറത്തുൽ ഖബീസ് ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബ്. നല്ലതും ചീത്തയും ഒരിക്കലും സമമാവുകയില്ല. ചീത്തയുടെ ആധിക്യം നിന്നെ ആശ്ചര്യപ്പെടുത്തിയാലും ശരി എന്നല്ലാഹു പറയുന്നു. അപ്പം ചീത്തക്കായിരിക്കും ലോകത്ത് എന്ത് മെജോറിറ്റി, അതുകൊണ്ടത് ശരിയാവില്ല. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അടിസ്ഥാനപരമായി തൻ്റെ ഐഡൻറ്റിറ്റി നിശ്ചയിക്കേണ്ടത് ഞാൻ താമസിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ജനിച്ചു വീണ ഒരു രാജ്യത്തിലുള്ള ഭൂരിപക്ഷം എപ്രകാരമാണ് എന്ന് നോക്കിയിട്ടല്ല, മറിച്ച് എന്നെ സൃഷ്ടിച്ചിട്ടുള്ള സ്രഷ്ടാവായ അള്ളാഹു ഒരു മുസ്ലിമായ മനുഷ്യനുണ്ടായിരിക്കേണ്ട വിശ്വാസം, ആചാരം, അനുഷ്ഠാനം, സംസ്കാരം അതെന്തൊക്കെയാണോ പഠിപ്പിച്ചിട്ടുള്ളതെങ്കിൽ അതിൽ അടിയുറച്ചു മുന്നേറുക എന്നുള്ളതായിരിക്കണം ഒരു വിശ്വാസിയുടെ നിലപാട്. വളരെ ക്ലിയറാണ് ഇസ്ലാമിൻ്റെ നിലപാട്. അതേ അവസരത്തിൽ മഹാഭൂരിപക്ഷം പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യും? ഈമാൻ ദൃഢമില്ലാത്ത ആളുകൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾക്കൊത്തുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകും. അതുകൊണ്ട് തന്നെ ആ അഡ്ജസ്റ്റ്മെൻറ്റിന് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാകും. അത് ഭൗതികമായ പല കാര്യങ്ങളിലും ഉണ്ടാകും. ഓരോരുത്തർ ജീവിക്കുന്ന രാജ്യത്തിനനുസരിച്ചുള്ള അവിടുത്തെ ഭൗതിക നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. ആ തശബ്ബുഹിന് ഇവിടെ കുഴപ്പമൊന്നുമില്ല. അവിടെയുള്ള ഭൂരിപക്ഷത്തോടോ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ കാര്യങ്ങളോടോ ഒക്കെ സാദൃശ്യപ്പെട്ട് ജീവിക്കുന്നതിന് ഇവിടെ തടസ്സമൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഇത്രയും ആമുഖം സൂചിപ്പിച്ചതിനാണ് തലക്കെട്ട് തന്നെ തെറ്റിദ്ധരിക്കാതിരിക്കാനാണ്. ബാബുന്നഹി അനി തശബ്ബുഹി ബി ശൈത്താനി, അവിടെ തെറ്റിദ്ധാരണയൊന്നും ഉണ്ടാവില്ല. ശൈത്താനെ നമുക്കൊരു നിലക്കും തശബ്ബുഹ് പാടില്ല. വൽ കുഫാർ എന്ന് അവിടെ പറഞ്ഞല്ലോ, അവിശ്വാസികളെയും. അപ്പോൾ അവിശ്വാസികളോട് അതുപോലെ തന്നെ ശൈത്താനോട് സാദൃശ്യമാകുന്നത് വിലക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ മതപരമായ വിഷയങ്ങളിലാണ്.
ശൈത്താൻ ഏതായാലും നമുക്ക് കാണാൻ കഴിയാത്ത ആലമുൽ ഗൈബിലുള്ള ജീവികളാണ്, ഒരു ലോകമാണ് പിശാചിൻ്റെത്. അപ്പോൾ ശൈത്താനോടുള്ള തശബ്ബുഹ്, എന്തൊക്കെയാ ശൈത്താൻ്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളത് നമുക്ക് വഹയിലൂടെ അള്ളാഹു അവൻ്റെ റസൂലിലൂടെ പഠിപ്പിച്ച് തന്നാലേ നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ശൈത്താനിൻ്റെ പ്രവർത്തനങ്ങളാണ് എന്ന് മനസ്സിലാവുള്ളൂ. അപ്പം നമുക്ക് അതിനോടുള്ള തശബ്ബുഹ് പാടില്ല. അതേ അവസരത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന അമുസ്ലിമീങ്ങളായ ആളുകൾ അവരുടേതായ എല്ലാ കാര്യങ്ങളിലും നമ്മളിങ്ങനെ എതിര് നിൽക്കുക എന്നുള്ളതാണോ? അല്ല. മറിച്ച് നമ്മുടെ മതത്തിൻ്റെ കാര്യങ്ങൾക്ക് വിരുദ്ധമായി, അതേപോലെ തന്നെ അവരുടെ മാത്രം മതത്തിൻ്റെ ചിഹ്നങ്ങളായി അറിയപ്പെടുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ടാകും. അതിൽ നമ്മൾ കൂടിയാടാൻ പോകണ്ട. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും ഒരു ജനതയോട് സാദൃശ്യം പ്രാപിച്ചാൽ ഫഹുവ മിൻഹും, അവനും അവരിൽപ്പെട്ടവൻ തന്നെയാണ്. അപ്പം മുസ്ലിമീങ്ങളല്ലാത്ത മറ്റു മതത്തിൻ്റെ ആളുകൾ അവർ ജീവിതത്തിൽ മതപരമായി മതചിഹ്നങ്ങളായി കൊണ്ടു നടക്കുന്ന അവരുടേതായ ചില വേഷങ്ങളുണ്ടാകും, രീതികളുണ്ടാകും, ആഘോഷങ്ങളുണ്ടാകും, ആചാരങ്ങളുണ്ടാകും, അനുഷ്ഠാനങ്ങളുണ്ടാകും, പല വിധത്തിലുള്ള കാര്യങ്ങളുണ്ടാകും. മതകീയമാനമുള്ള കാര്യങ്ങൾ. അതിൽ ഒരു വിശ്വാസി ഒരിക്കലും എന്തു ചെയ്യരുത്? അവരോട് സാദൃശ്യമാകാൻ പാടില്ല. ഉദാഹരണം, കൊന്തയും കുരിശുമൊക്കെ ധരിച്ചുകൊണ്ട് നടക്കുന്ന ക്രൈസ്തവന്മാരുണ്ട്. അത് കുരിശ് അവർക്ക് ഒരു പുണ്യ ചിഹ്നമായിട്ട് മതപരമായൊരു കാര്യമായിട്ടാണ് അവരുടെ വസ്ത്രത്തിലുണ്ടാകും. അതുപോലെ തന്നെ അവരുടെ ലോക്കറ്റുകളുണ്ടാകും, ഒരുപക്ഷെ അവരുടെ മോതിരങ്ങളിലുണ്ടാകും, പലയിടങ്ങളിലും കൊത്തിയിട്ടുണ്ടാകും. ഒരു മുസ്ലിമിന് അത് അണിയാൻ പാടില്ല. എനിക്കാ വിശ്വാസമൊന്നുമില്ല, ഞാൻ വെറുതെ ഒന്നാണ് ഇട്ടതാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു, കാണാൻ നല്ല രസമുണ്ട് ആ മറ്റേ ചിഹ്നം എന്ന് പറഞ്ഞിട്ട് ധരിക്കാൻ പറ്റുമോ? പാടില്ല. അത് തീർച്ചയായും അവർ ധരിക്കുക, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അത് അവരുടെ ഒരു മതത്തിൻ്റെ ചിഹ്നമാണ്. അങ്ങനെ പലതുമുണ്ട്. മറ്റുള്ള ആളുകൾ അവരുടേതായ ആഘോഷത്തിൻ്റെ സന്ദർഭങ്ങളിൽ, ഇപ്പോൾ ശബരിമലയിലേക്ക് പോകുന്ന ഹൈന്ദവന്മാരായ ആളുകൾ അവർ കറുപ്പെടുക്കും, അതുപോലെ തന്നെ പ്രത്യേക മാലയണിയും, ചന്ദനം വരക്കും, ഒരു പ്രത്യേക വേഷം അവർ സ്വീകരിക്കും, ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവർ സ്വീകരിക്കും. മാലയിട്ട് കഴിഞ്ഞാൽ ഒരു അഹിന്ദുവിൻ്റെ വീട്ടിൽ കയറിയിട്ട് അവർ ഭക്ഷണം കഴിക്കൂല. അവർക്കതിന് ചില ചിട്ടകളുണ്ട്, അവരുടെ ഭക്ഷണത്തിൽ ചില ചിട്ടകളുണ്ട്, പല കാര്യങ്ങളുണ്ട് അവർക്ക് മതകീയമായ മാനങ്ങൾ. ആ സമയത്ത് നമ്മളും അവരോട് ഇങ്ങനെ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളും കറുപ്പൊക്കെ കൊടുത്ത് നമ്മളും ഇങ്ങനെ ഒരു മാലയൊക്കെ ധരിച്ച്, നമ്മൾ അവിശ്വാസമൊന്നുമില്ല, നമ്മളൊരു നാട്ടിലെ ഒരു സൗഹാർദ്ദമല്ലേ എന്ന് കുറച്ച് ചന്ദനമൊക്കെ ഒന്ന് വാരി തേച്ച് അങ്ങനെയൊക്കെ ഒന്ന് വേഷമൊക്കെ ഒന്ന് ധരിച്ച്, അങ്ങനെ പാടില്ല. അവരുടേതായ ആഘോഷങ്ങളുണ്ടാകും. അവരുടേതായ മതപരമായ ആഘോഷങ്ങളിൽപ്പെട്ടതാണ് ഓണം എന്ന് പറയുന്നത്. മതപരമായ ആഘോഷം തന്നെയാണ്, ഇതിൽ യാതൊരു സംശയവുമില്ല. അതിന് വേറെ ന്യായീകരിച്ചിട്ടൊന്നും കാര്യമില്ല. അവരുടേതായ ആഘോഷങ്ങളുണ്ട്. അതേപോലെ തന്നെ ക്രൈസ്തവർക്ക് അവരുടേതായ ആഘോഷങ്ങളുണ്ട്. ആ സമയത്ത് നമ്മളും ഇങ്ങനെ വീടുകളിലൊക്കെ പോയിട്ട് കുട്ടിപ്പാടുന്നുണ്ടല്ലോ, ഒരു ചുവന്ന വസ്ത്രവും ഇതൊക്കെ ധരിച്ചിട്ടിങ്ങനെ നമ്മളും അത് ധരിക്കുക. ഒരു ഐക്യദാർഢ്യം, ഒരു സൗഹാർദ്ദം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് നമുക്ക് പാടില്ല. അവരോടുള്ള ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടൊരു സ്റ്റാറൊക്കെ നമ്മളും നമ്മളുടെ ഫ്ലാറ്റിലും വില്ലയിലും അതുപോലെ തന്നെ വീടുകളിലൊക്കെ ഒന്ന് തൂക്കുക. അതൊക്കെ മതപരമായ അവരുടെ ചടങ്ങുകളാണ്, അത് അവർ ചെയ്യുന്നു, അതൊന്നുമല്ല. അങ്ങനെ ഒരു സൗഹാർദ്ദമില്ലല്ലോ. അങ്ങനെ സൗഹാർദ്ദം ഉണ്ടായാൽ പിന്നെ ഇസ്ലാമിന് എന്താണ് പിന്നെ ഒരു പ്രത്യേകത ഉള്ളത്? അല്ലെങ്കിൽ അവർക്ക് എന്താ ഒരു പ്രത്യേകത ഉള്ളത്? നമ്മളും നിർബന്ധിക്കേണ്ട. നമ്മുടെ പള്ളിയിൽ ബാങ്ക് വിളി കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ സംസാരം നിർത്തി നമ്മളെ പള്ളിയിലേക്ക് വരണമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂലല്ലോ. അവർക്ക് അവരുടെ നിയമങ്ങളില്ലേ. അതേപോലെ തന്നെ നിങ്ങളൊക്കെ എല്ലാവരും ഞങ്ങളെ പള്ളിയിലേക്ക് ജുമാക്ക് വരണം, അല്ലെങ്കിൽ പ്രശ്നമാക്കും ഞങ്ങൾ എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അവർക്ക് അവരുടേതായ ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. അതിൽ കയറി നമ്മളെ ഇടങ്കോലിടണ്ട, നമ്മളതിൽ അവരും വരണ്ട. അത് ഏത് കാര്യത്തിലാണ് പറയുന്നത്? മതപരമായ ഓരോരുത്തർക്കുള്ള മതകീയ ചിഹ്നങ്ങളുണ്ട്, മതപരമായ ആഘോഷങ്ങളുണ്ട്, മതപരമായ വേഷങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരു അമുസ്ലിം സ്ത്രീയോട് നിങ്ങൾ പർദ്ദട്ടോളണം എന്ന് നമുക്ക് പറയാൻ പറ്റുമോ?
അവർക്ക് താല്പര്യം. ഇപ്പോൾ അങ്ങനെ എത്രയോ ആളുകളുണ്ട്, ഞങ്ങൾക്ക് ഫിറ്റായ വേഷം ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിന് യോജിപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ഒറ്റപ്പെട്ട ചില അത്തരത്തിലുള്ള സഹോദരിമാരൊക്കെ അങ്ങനെ വേഷം ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് അവരുടെ ഇഷ്ടമാണ്. നമ്മളാരും പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നിർബന്ധിക്കാനോ പാടില്ലല്ലോ. അവർക്ക് അങ്ങനെ നിയമമില്ലല്ലോ. അവർക്ക് അവരുടേതായ മതപരമായ അവരുടെ നിയമങ്ങളൊക്കെ ഉണ്ടാകും. അത് അവർ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന അവർക്ക് സ്വാതന്ത്ര്യമുള്ള മണ്ണാണ്. ആർക്കും അവരുടെ ഏത് വിശ്വാസവും ആചാരവും അനുഷ്ഠാനമൊക്കെ സ്വീകരിക്കാൻ ഈ ലോകത്ത് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ശരിയാണല്ലോ. ആ ശരിയും തെറ്റും തീരുമാനിക്കുന്നത് ഇവിടെയല്ല. അതിൻ്റെ പ്രതിഫലം തീരുമാനിക്കുന്ന ലോകം അത് പരലോകമാണ്. അത് അവിടെ തീരുമാനമാകും. നമുക്ക് നല്ല ഉറപ്പാണ്. നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു ഒരു തെറ്റാണ്, നമ്മൾ പറയുന്നതാണ് ശരി. അതേ അവസരത്തിൽ നമ്മൾ പറയുന്ന ശരിയിലേക്ക് വരാത്തവരെയൊക്കെ വെച്ചു പൊറുപ്പിക്കൂല എന്ന് പറയുന്ന തീവ്രവാദമോ ഭീകരവാദമോ ഒരു മുസ്ലിമിന് ഇല്ല. അവിടെയാണ് ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് പറയുന്നത്. മതത്തിൽ ബലാത്കാരത്തിൻ്റെ പ്രശ്നം ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ തശബ്ബുഹാകാൻ പാടില്ല. ആ നിലക്കുള്ള കാര്യങ്ങൾ. ഇനി അതേപോലെ തന്നെ പൈശാചികമായ പരപ്രവർത്തനങ്ങൾ. ഇതിലിപ്പോൾ ഒരു വിഷയമാണ്, 1-2 വിഷയങ്ങൾ ഈ അധ്യായത്തിൽ പിശാച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ചു ആദ്യം ഇപ്പം ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഹദീസിൽ മാത്രമേ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. അതേ അവസരത്തിൽ വേറെയും കുറേ കാര്യങ്ങൾ ഹദീസുകളിലുണ്ട്. ശൈത്താൻ ഇരിക്കുന്നത് പോലെയുള്ള ഇരുത്തം നിങ്ങൾ ഇരിക്കരുത്, അങ്ങനെ ഒരു ശൈത്താൻ്റെ ഇരുത്തമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും അതൊക്കെ പ്രമാണങ്ങളിൽ വന്നതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മറ്റേ നമ്മളാരും ശൈത്താനെ കണ്ടിട്ടില്ലല്ലോ. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ശൈത്താനിൻ്റെയും ജിന്നിൻ്റെയും ലോകം എന്ന് പറയുന്നത് തികച്ചും അദൃശ്യമായ ഒരു ലോകമാണ്. നമുക്ക് കാണാൻ കഴിയാത്തൊരു ലോകമാണ്. അവിടെ എന്താ നടക്കുന്നത്, അവരുടെ ഏതൊക്കെയാ കാര്യങ്ങൾ, എന്തൊക്കെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് അള്ളാഹു അവൻ്റെ റസൂലിലൂടെ വഹയിലൂടെ അറിയിച്ചു തന്നതേ നമുക്കറിയുള്ളൂ. അപ്പോൾ അതിനോട് സാദൃശ്യപ്പെടുന്നതൊക്കെ ചിലത് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. പിന്നെ മറ്റുള്ളവരുടേതായ കാര്യങ്ങൾ ഏതെല്ലാം പൈശാചികമായ പ്രവർത്തനങ്ങളായിട്ട് അറിയപ്പെടുന്നതൊക്കെയുണ്ടോ അതിൽ നിന്നെല്ലാം ഒരു മുസ്ലിം എന്ത് ചെയ്യണം, വിട്ടു നിൽക്കണം. ഇപ്പോൾ മാരണം, സിഹിർ, അതേപോലെയുള്ള കുറേ കാര്യങ്ങൾ, അതുപോലെ തന്നെ പൈശാചികമായ സ്വഭാവങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നിട്ടുണ്ട്. അത്തരം പൈശാചിക വൃത്തികളിലേക്കൊന്നും ഒരു മുസ്ലിം നേർക്കുനേർ പ്രവേശിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, അതിനോട് സാദൃശ്യപ്പെടാൻ പോലും ഒരു വിശ്വാസിക്ക് പാടുള്ളതല്ല. അതേ അവസരത്തിൽ അതൊക്കെ അവൻ്റെ മതപരമായ കാര്യമായി പറയും. മാനുഷികമായ കാര്യങ്ങളിലോ, മാനുഷികമായ കാര്യങ്ങളിൽ താൻ ജീവിക്കുന്ന തൻ്റെ അയൽക്കാർ അവരുടെ മതം നോക്കാൻ പറഞ്ഞോ? നിൻ്റെ അയൽവാസിയുടെ മതം നോക്കിയിട്ട് നീ അയാളുടെ പട്ടിണി മാറ്റാവൂന്ന് ഇസ്ലാം പറഞ്ഞോ? നിൻ്റെ നാട്ടിലുള്ള നിൻ്റെ ബന്ധുവായ നിൻ്റെ ഒരുപക്ഷെ അമുസ്ലിമായ മാതാവാണ്, അമുസ്ലിമായ പിതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അവിടുത്തെ ഭാര്യയോട്, നമ്മുടെ ഉമ്മയോട് പറഞ്ഞില്ലേ, ഉമ്മ കാണാൻ വന്നിട്ടുണ്ട്, ഉമ്മ മുശ്രിക്കത്താണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? മുശ്രിക്കത്തായ ഉമ്മയല്ലേ, ബഹുദൈവ വിശ്വാസിയായ ഉമ്മയല്ലേ, കാണാനൊന്നും പോണ്ട, നീ ഒരു സഹായം ചെയ്തു കൊടുക്കണ്ട എന്നല്ലല്ല പറഞ്ഞത്. സിലി ഉമ്മക്കീന്നാ പറഞ്ഞത്. ഉമ്മയോട് നീ ബന്ധം ചേർത്തോ, വേണ്ട സഹായങ്ങളോ സൗകര്യങ്ങളോ ഒക്കെ ചെയ്തു കൊടുക്ക്. അത് മാനുഷിക പരിഗണനയാണ്. അത് മാനുഷിക പരിഗണനയാണ്. അത് പരിശുദ്ധ ഖുർആൻ തന്നെ സൂറത്ത് മുംതഹിനയിലൂടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ വിഷയങ്ങളിൽ ആരോടൊക്കെ നമുക്ക് സൗഹാർദ്ദമാകാം, സൗഹാർദ്ദം പാടില്ല എന്നൊക്കെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നതൊക്കെ ഏറെ തെറ്റിദ്ധരിക്കപ്പെടുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കാര്യം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ 1-2 വചനങ്ങൾ ഈ വിഷയത്തിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി എടുത്തു കൊടുത്തത് രണ്ടും ഭക്ഷണവുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിലാണ്, ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതാണ് ഒന്നാമതും രണ്ടാമതും നമ്മൾ കേട്ട ഹദീസിലുള്ളത്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് ജാബിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, ലാ തഅകുലൂ ബിശ്ശിമാൽ, നിങ്ങൾ ഇടത് കൈ കൊണ്ട് തിന്നരുത്, ഇടത്തെ കൈ കൊണ്ട് നിങ്ങൾ ഭക്ഷിക്കരുത്. ഫൈന ശൈത്താന, തീർച്ചയായും ശൈത്താൻ യഅകുലു, അവൻ ഭക്ഷിക്കുന്നു, വയശറബു, അവൻ കുടിക്കുകയും ചെയ്യുന്നു, ബിശിമാലിഹി, അവൻ്റെ ഇടത് കൈ കൊണ്ട്. അപ്പോൾ കണ്ടോ, ശൈത്താനോട് സാദൃശ്യമാവരുത് എന്നല്ലേ അധ്യായം. അപ്പം അതിൽ സാദൃശ്യമാകുന്നതിൻ്റെ ഒരു രൂപം ഇവിടെ ഭക്ഷണ കാര്യത്തിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞു. രണ്ടാമത്തെ ഹദീസിൻ്റെ ആശയവും അതന്നെ പറഞ്ഞു തരുന്നത് മഹാനായ സ്വഹാബി അബ്ദുള്ള ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല,
അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു, ലാ യഅ്കുലന്ന, കണ്ടോ, ഗൗരവത്തോടെ പറയാണ്, തീർച്ചയായും നിങ്ങൾ തിന്നരുത്. ലാ യഅ്കുലന്ന, തിന്നുകയേ ചെയ്യരുത്, അഹദുക്കും, നിങ്ങളിൽ ഒരാളും തന്നെ, ബിശിമാലിഹി, അവൻ്റെ ഇടത്തെ കൈകൊണ്ട്, വലാ യശ്റബന്ന ബിഹാ, ഇടത്തെ കൈകൊണ്ട് കുടിക്കുകയേ ചെയ്യരുത്. ഫൈന ശൈത്താന, തീർച്ചയായും പിശാച്ച്, യഅ്കുലു, അവൻ തിന്നുന്നു, ബിശിമാലിഹി, അവൻ്റെ ഇടത് കൈ കൊണ്ട്, വയശ്റബു ബിഹാ, ഇടത് കൈ കൊണ്ട് തന്നെയാണ് അവൻ കുടിക്കുന്നതും. സഹോദരങ്ങളെ, ഇവിടെ വളരെ വ്യക്തമാണ് ഇവിടെ കാര്യം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്, ഒന്ന്, ശൈത്താനോട് നിങ്ങൾ സാദൃശ്യമാവരുത്. കാരണം ശൈത്താൻ നമ്മളെ കഠിന ശത്രുവാണ്. മനുഷ്യരുടെ ഏറ്റവും വ്യക്തമായ കഠിന ശത്രു ആരാന്ന് ചോദിച്ചാലുള്ള ഉത്തരം തന്നെയാണ്, ശൈത്താൻ തന്നെയാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് നിങ്ങൾ അവനെ സൂക്ഷിക്കണേ വളരെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തിയതാണ്. ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വാ, നിങ്ങൾ അവനെ ശത്രുവായി തന്നെ സ്വീകരിക്കണം, ശത്രുവായി തന്നെ നിങ്ങൾ കാണണം. അതിൽ നിങ്ങളൊരു കോംപ്രമൈസിൽ നിൽക്കരുത്. കുറച്ചൊക്കെ ഒന്നാവാ, കുറച്ചൊന്നൊക്കെ കുഴപ്പമില്ല എന്ന് പറയരുത്, അങ്ങനെ തന്നെ കാണണം എന്നാണ് പറയുന്നത്. കാരണം അവനവൻ്റെ ആളുകളെ ക്ഷണിച്ചു കൊണ്ടുപോകുന്നത് ഇല സഈർ, നരകാഗ്നിയിലേക്കാണ് അവൻ കൊണ്ടുപോകുന്നത്. അവനതിന് ക്ഷണിക്കാൻ അവൻ ഉപയോഗപ്പെടുത്തുന്നത് നാനാമാർഗങ്ങളാണ്. അതാണ് സുമ്മലാത്തിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ ഐമാനിഹിം വഅൻ ശമാഇലിഹിം വലാ തജിദു അക്സറഹും ഷാകിരീൻ. സൂറത്തുൽ അഅറാഫ്. നിന്റെ നേർവഴിയിലേക്ക് ആരൊക്കെ അതിലൂടെ നേർവഴിയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആ സഞ്ചാരപാതയിൽ ഞാൻ കുത്തിയിരിക്കുക തന്നെ ചെയ്യും. ശൈത്താനാ പറയുന്നത്, അല്ലാഹു തആല അറിയിച്ചു തന്നതാണ്. എന്നിട്ട് ആ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് അവരെ തെറ്റിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ എല്ലാ ശ്രമങ്ങളും നടത്തും. അങ്ങനെ മുന്നിലൂടെ ഞാൻ ചെല്ലും, പിന്നിലൂടെ ചെല്ലും, വലതുവശത്തിലൂടെ ചെല്ലും, ഇടതുവശത്തിലൂടെയും ചെല്ലും. എന്തിനെ പഴപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു വഴിയിലൂടെ നമ്മളെ പഴപ്പിക്കാൻ ശൈത്താന് സാധിച്ചില്ലെങ്കിൽ അവന് നിരാശയൊന്നുമില്ല, അവൻ അടുത്ത വഴി നോക്കുന്നു. രണ്ടാമത്തെ വഴിയിലും അവൻ പരാജയപ്പെട്ടാലും നമ്മെ പഴപ്പിക്കണ്ട, ഇനി ഇവനെ കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് ശൈത്താന് നിരാശയൊന്നും പെടൂല, മൂന്നാം വഴി നോക്കും. മൂന്നാമത്തെ വഴിയിലും നമ്മൾ പഴച്ചില്ലെങ്കിൽ നാലാം മാർഗം നോക്കും. അതല്ലേ ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ 4 മാർഗമല്ലുള്ളത്, മുന്നൊന്നും പിന്നൊന്നും ഇടത്തുനിന്നും വലത്തുനിന്നും ഇടത്തുനിന്നും. എല്ലാ മാർഗത്തിലൂടെയും നമ്മെ പഴപ്പിക്കാൻ ശൈത്താൻ നോക്കും. വലാ തജിദു അക്സറഹും ഷാകിരീൻ. അങ്ങനെ ബഹുഭൂരിപക്ഷം നിന്റെ അടിമകളെയും നിന്നോട് ശുക്ർ ചെയ്യാതിരിക്കാൻ, നിന്നോട് നന്ദിയില്ലാത്ത നന്ദി കെട്ടവരാക്കാൻ അതിനു വേണ്ട എല്ലാ ശ്രമവും ഞാൻ നടത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ വരും, കർമ്മത്തിൻ്റെ കാര്യത്തിൽ വരും, വേഷത്തിൻ്റെ കാര്യത്തിൽ വരും, സംസ്കാരങ്ങളുടെ കാര്യത്തിൽ വരും, സംസാരങ്ങളുടെ കാര്യത്തിൽ വരും, ഇടപാടുകളുടെ കാര്യത്തിൽ വരും. ഏതെല്ലാം മാർഗങ്ങളിലൂടെ നമ്മെ പഴപ്പിക്കാൻ ശൈത്താന് സാധിക്കുമോ ആ വഴികളൊക്കെ അവൻ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തും. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞത്, വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, നിങ്ങൾ ശൈത്താനിൻ്റെ കാലടിപ്പാതകളെ നിങ്ങൾ പിന്തുടരരുത്. കാലടിപ്പാത എന്നല്ല പറയുന്നത്, ഖുതുവാത്താണ് ശൈത്താനുള്ളത്. ഒരു സ്റ്റെപ്പല്ല ശൈത്താൻ നമ്മളെ പഴപ്പിക്കാൻ വെക്കുക, ഒരുപാട് സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മളെ പഴപ്പിക്കുക. അവിടെ നിങ്ങൾ അവൻ്റെ കാലടിപ്പാടുകളെ പിന്തുടരരുത്, വളരെ ശ്രദ്ധിച്ചോളണം എന്നാണ്. നല്ല കാര്യം ചെയ്യുമ്പോൾ പോലും പരിശുദ്ധ ഖുർആൻ പാരായണം എന്ന് പറഞ്ഞാൽ ഖൈറുൽ കലാമിൻ്റെ പാരായണമാണ്. 1ന് 10 പ്രതിഫലം കിട്ടുന്ന നന്മയാണ് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. ഒരു അക്ഷരത്തിന് 10 പുണ്യമാണ്. ആ ഖുർആനിൻ്റെ പാരായണ ഘട്ടത്തിൽ പോലും അല്ലാഹു തആല നമ്മോട് ഖുർആനിലൂടെ തന്നെ കൽപ്പിച്ചതെന്താണ്? ഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹ് മിനശ് ശൈത്താനിർ റജീം. നീ ഖുർആൻ പാരായണം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ നീ ശൈത്താനിൽ നിന്ന് കാവൽ ചോദിക്കണം.
കാരണം ശൈത്താൻ ഇഷ്ടമല്ലാത്ത നല്ല കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ശൈത്താൻ നമ്മെ എല്ലാ അർത്ഥത്തിലും ശത്രുവാണ്. പിന്നെ അവൻ്റെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തോട് നമ്മളൊന്ന് സാദൃശ്യമായി കൊടുക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിക്കൊരിക്കലും അതിന് സാധ്യമല്ലല്ലോ. മറ്റുള്ളവർക്ക് അതൊന്നും പ്രശ്നം ഉണ്ടാവില്ല. വിശ്വാസിയാണെങ്കിൽ തൻ്റെ കഠിന ശത്രുവിൻ്റെ ഒരു സ്വഭാവവും തൻ്റെ ജീവിതത്തിൽ അവൻ എന്ത് ചെയ്യൂല, ഇമിറ്റേറ്റ് ചെയ്യൂല, പകർത്തൂല, മോഡലായിട്ട് അവൻ കാണൂല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറഞ്ഞു. അപ്പോൾ തശബ്ബുഹു ബിശ്ശൈത്വാനി ഔ ബിൽ കുഫാരി, ശൈത്താനോടും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സത്യനിഷേധികളായ ആളുകളുമായൊക്കെയുള്ള സാദൃശ്യമാകൽ, അവരുടെ മതപരമായ വേഷവിധാനങ്ങൾ, അവരുടേതായ ആചാരങ്ങൾ, അവരുടേതായ അനുഷ്ഠാനങ്ങൾ, അവരുടേതായ ആഘോഷങ്ങൾ, അത്തരത്തിലുള്ള ഏത് കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ വലത്തെ കൈകൊണ്ട് മാത്രമാണ് ഭക്ഷിക്കേണ്ടത്. ഇടത്തെ കൈകൊണ്ട് തിന്നുക ശൈത്താനാണ്, ഇടത്തെ കൈകൊണ്ട് കുടിക്കുക ശൈത്താനാണ്. നിങ്ങളത് ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇന്നിപ്പോൾ സമൂഹത്തിൽ ആളുകളോട് ഇത് പറഞ്ഞാലും ആളുകൾക്ക് അതിനെന്തോ ഒരു അലർജിയാണ്. പ്രത്യേകിച്ച് ഒരു കൈയിൽ സാൻഡ്വിച്ചും കൂടി ഉണ്ടെങ്കിൽ പറയും വേണ്ട. അപ്പോൾ വലത്തെ കൈ കൊണ്ട് തിന്നുന്നു, ഇടത്തെ കൈ കൊണ്ട് കുടിക്കുന്നു. കാരണം വലത്തെ കൈ എൻഗേജാണ്, സാൻഡ്വിച്ച് ഉണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫുഡുണ്ട്. അപ്പോൾ ഇടത്തെ കയ്യിൽ കോളയോ മറ്റെന്തോ പാനീയുണ്ട് എന്ന് കുട്ടിക്കോളും. അപ്പോൾ പിന്നെ എന്താകട്ടെ, തിന്ന കുടിക്കുക. എത്ര വ്യക്ത ഹദീസിൽ ചെയ്തു പോകരുതേ, നിങ്ങൾ വലത്തെ കൈ കൊണ്ടല്ലാതെ തിന്നരുതേ, വലത് കൈ കൊണ്ടല്ലാതെ കുടിക്കുകയേ അരുതേ. കാരണം ശൈത്താനാണ് ഇടത് കൈ കൊണ്ട് തിന്നുക, ഇടത് കൈ കൊണ്ട് കുടിക്കുക. അതുകൊണ്ട് നിങ്ങളാ പടി ചെയ്യരുതേ. എത്ര കല്യാണ വീടുകളിലും മറ്റുള്ള ഗെറ്റ് ടുഗദറുകളിലൊക്കെ ആളുകൾക്ക് ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ആളുകൾക്ക് പ്രശ്നമേ ഇല്ല. ഒക്കെ പ്ലാസ്റ്റിക്, ഒക്കെ എന്താണ് ഡിസ്പോസിബിൾ ഗ്ലാസ്സുകളാണെന്ന് എല്ലായിടത്തും ഉള്ളത്. ഞാൻ ഇമ്മായാലും എന്താ ഇപ്പോൾ പ്രശ്നം? ആളുകൾക്ക് പതാണല്ലോ വലിയ പ്രശ്നം. ഈ വൃത്തി, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹു പരിശുദ്ധമായ ദീന് എന്ന് പറയുന്നത് വൃത്തിയുടെ മതമാണ്. നമ്മളിങ്ങനെ ഈ ചാറും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ കറിയൊക്കെ ആയിട്ടുള്ളത്, ഈ ഫുഡിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നമ്മളെ ക്ലാസ്സുമ്മലാവൂലേ, അപ്പോൾ അത് മോശമല്ലേ എന്നാണ് ഇപ്പം ന്യായം. അപ്പോൾ അതവൻ്റെ എന്താ നജസാണോ ഈ ഗ്ലാസ്സുമ്പോൾ പറ്റണത്? ഈ ഗ്ലാസ്സുമ്മലാകണ എന്താണ്? നല്ല ഗ്ലാസ് തന്നെയാണെന്ന് കുട്ടിക്കോളി. ഈ ഗ്ലാസ്സുമ്മലാകണത് എന്താണ്? നജസാ. ഇപ്പം ഭാര്യ വിഴുങ്ങണ സാധനം എന്താണോ അതല്ലേ ഗ്ലാസ്സുമ്മലും പറ്റുന്നത്. അവൻ കഴിക്കുന്ന പ്ലേറ്റ് കഴുകൂലേ, അതിലും തന്നെയല്ലേ ഉള്ളത്. ബാക്കിയാവുമ്പോൾ ആ ഭക്ഷണത്തിൻ്റെ കറിയുടെ ഒക്കെ അവശിഷ്ടം തന്നെയല്ലേ പ്ലേറ്റിലുള്ളത്. ആ പ്ലേറ്റ് കഴുകുന്നത് പോലെ എന്തുകൊണ്ട് ഈ ഗ്ലാസും കഴുകിക്കൂടാ? വീണ്ടും ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണെങ്കിലാണ് ഞാൻ പറയുന്നത്. രണ്ടും കഴുകുന്നല്ലേ? ആ ന്യായം ശരിയല്ല. പിന്നെ ഇന്ന് എന്ന് പറയുന്നത് ഡിസ്പോസിബിൾ ഗ്ലാസ്സുകളാണ്, ഒരു പ്രശ്നമല്ല. ഈ ബോട്ടിൽ വെള്ളം കൊടുക്കുകയാണെങ്കിലും ഒരു പ്രശ്നമല്ല, ഒക്കെ ഡിസ്പോസിബിളാണ്, കഴിഞ്ഞാൽ വലിച്ചെറിയണം. അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം. പല ഗെറ്റ് ടുഗദറിലും കുടിക്കാനുള്ള വെള്ളം ബോട്ടിലാണോ നമ്മൾ നൽകുന്നത് എങ്കിൽ വളരെ ശ്രദ്ധ വേണം. ഇന്ന് പലരും അത് ശ്രദ്ധിക്കുന്നില്ല. നൂറുകണക്കിന് ആയിരക്കണക്കിന് ബോട്ടിലുകളിലെ പാതി വെള്ളം ഇന്ന് നമ്മൾ വേസ്റ്റാക്കുകയാണ്. ശുദ്ധജലമാണ്. ഇതൊക്കെ ആരോട് പറയാനാ? 1/2 ലിറ്ററിൻ്റെ വെള്ളം കൊടുക്കുക. 1/2 ലിറ്ററിൻ്റെ വെള്ളം ഞാൻ എൻ്റെ പോഷ് കാണിക്കാൻ വേണ്ടി മോശമാക്കണ്ട, 1/2 ലിറ്ററിൻ്റെ നല്ല വെള്ളം ഞാൻ കൊടുക്കുന്നത്. എത്ര പേര് 1/2 ലിറ്റർ വെള്ളം ഫുള്ള് കുടിക്കും? മിക്ക ആളുകളും കുടിക്കൂല. കാരണം ഭക്ഷണത്തിൻ്റെ കൂടെ കൊടുക്കുന്നത്. എന്നിട്ട് അവൻ മൂടി തുറന്ന് കുറച്ച് കുടിക്കും. 3/4 ഭാഗം കുടിച്ചു, 1/2 ഭാഗം കുടിച്ചു, ഫുള്ള് കുടിക്കാതെ എല്ലാവരും അവിടെ വെച്ച് പോകും. ആരെങ്കിലും മറ്റുള്ളവർ കുടിച്ച ആ ബോട്ടിലെടുത്തിട്ട് പിന്നെ കുടിക്കൂല. പിന്നെ ഈ 10, 200, 250 മില്ലി വെള്ളം എങ്ങോട്ടാ തട്ടുന്നത്? വേസ്റ്റിലേക്കാണ്. ആരുടെ മുമ്പിൽ കണക്ക് പറയണം? അള്ളാഹുവിൻ്റെ മുമ്പിൽ കണക്ക് പറയണം. ഒരു കാലം വരുമ്പോൾ കുടിവെള്ളത്തിന് വേണ്ടിയുള്ള യുദ്ധം കൊടുമ്പിരിക്കൊള്ളും നമ്മുടെ രാജ്യത്തെന്ന് വളരെ വ്യക്തമായി കണക്കുകൾ സൂചിപ്പിക്കുകയാണ്. ഒരു നേരത്തെ കുടിവെള്ളത്തിന് ശുദ്ധജലം, അതും നല്ല മിനറൽ വാട്ടർ എന്ന് നമ്മൾ അവകാശപ്പെടുന്നതാണ്. അത് എത്രത്തോളം അതിൻ്റെ ഗുണമുണ്ട് എന്നുള്ളതൊക്കെ വേറെ ചർച്ചയാണ്. പക്ഷെ അവകാശപ്പെടുന്നത് അങ്ങനെയല്ലേ? നല്ല മിനറൽ വാട്ടറുകളാണ് നമ്മൾ നല്ല ക്യാഷ് കൊടുത്ത് ചിലവുള്ള
ആയിരക്കണക്കിന് ബോട്ടലുകൾ, പാതി ബോട്ടലുകൾ. നിങ്ങളൊന്ന് കല്യാണ വീടുകളിലും ഗെറ്റ് ടുഗദറുകൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയി നോക്ക്. വേസ്റ്റ് ബോക്സുകളിലേക്ക് തള്ളപ്പെടുന്ന ബോട്ടലുകളിൽ അരഭാഗം വെള്ളം, ശുദ്ധജലം വേസ്റ്റാക്കി തള്ളുകയാണ്. റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിൽ കണക്ക് പറയേണ്ടി വരും. ആരാണോ ബന്ധപ്പെട്ടവരെങ്കിൽ അവർ കണക്ക് പറയേണ്ടി വരും. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒഴുകുന്ന നദിയിലൂടെ നീ ഉളുവെടുക്കുമ്പോൾ പോലും വെള്ളം ഇസ്റാഫ് ചെയ്യരുത്, നീ ഒരിക്കലും അതിനെ പാഴാക്കി കളയരുത്, നശിപ്പിച്ച് കളയരുത്, തൂർത്ത് കാണിക്കരുത് എന്ന് പഠിപ്പിച്ചതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാരോട് പറയാനാ? അപ്പം അതുകൊണ്ട് അതൊന്നാണ് മാറ്റിയിട്ട് കുടിക്കാൻ വേണ്ടി ഭക്ഷണത്തിൻ്റെ കൂടെ കൊടുക്കുന്ന വെള്ളം ഏറ്റവും ചെറുത് കൊടുക്കുക. ഒന്നുകില്ല പാത്രം, ആ ചെറുതുണ്ടല്ലോ, ഒരു ഗ്ലാസ് കുടിക്കാൻ 200 മില്ലി മതി. നിങ്ങൾക്ക് 100 മില്ലി കൊടുക്കാനാണ്, അത് മതി. അപ്പുറത്തോ വേണമെങ്കിൽ പിന്നെ അടുത്ത 100 മില്ലി എടുത്തോളും. 200 മില്ലി പോലും ഒരു ഗ്ലാസ് ഫുള്ള് തേച്ച് കുടിക്കൂല. പകുതി കൊടുക്കാൻ പറ്റുമോ അത്രയും നല്ലത്. വേണ്ടവർ പിന്നെയും കുടിക്കും. നേരെ മറിച്ച് നമ്മുടെ ഈ വലിയ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ നല്ല കളർഫുൾ, നല്ല വിലയുള്ള ആ വെള്ളമൊക്കെ അങ്ങനെ കൊടുത്ത് വെള്ളം വേസ്റ്റാക്കുന്നു. ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഇതുപോലെയുള്ള വേദികളിൽ നമ്മളിത് പറയണമല്ലോ. എത്രയോ ആളുകൾ ഇന്നത് കാണുന്നു, ആരും അതൊരു തെറ്റായി കാണുന്നില്ല. സഹോദരങ്ങളെ, വെള്ളം വേസ്റ്റാക്കാൻ പാടില്ല, ശുദ്ധജലമാണ്. ആരോട് പറയേണ്ടതാണ്? മുസ്ലിം ഉമ്മത്തല്ലേ അത് നടപ്പിൽ വരുത്തേണ്ടത്, നമ്മളല്ലേ അതാദ്യം തുടങ്ങി മാതൃക കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ആ കാര്യത്തിൽ നമുക്ക് നല്ല ശ്രദ്ധ വേണം. അതോടൊപ്പം കുടിക്കുന്നത് വലത്തെ കൈ കൊണ്ടായിരിക്കണം. ഡിസ്പോസിബിൾ ഗ്ലാസ്സുകളാണ്, കളയാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ പേരും പറഞ്ഞിട്ട് ചെയ്യേണ്ട. എന്ത് സൗകര്യം ഉണ്ടെങ്കിലും ആളുകൾ പിന്നെയും ഒരെർത്ത് കൊടുക്കുന്ന പരിപാടിയുണ്ട്. അതെങ്ങനെ എന്ത് ചെയ്യും? ഇടത്തെ കൈ കൊണ്ട് 4 കുടിക്കുള്ളൂ, വലത്തെ കൈ കൊണ്ടൊരു താങ്ങ്. അതെവിടെ നിന്ന് കിട്ടിയതാ? ഇതൊക്കെ ഇപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമന് അറിയില്ലേ? നമുക്കാണോ ഇതൊരു കണക്ക് വൃത്തി? നമ്മൾക്കാണോ കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലായത്? അഅൻതും അഅലമു അമില്ല, നിങ്ങളാണോ വിവരമുള്ളവർ അതോ അള്ളാഹുവാണോ? ഖുൽ അതുഅല്ലിമൂന അല്ലാഹ ബിദീനിക്കും, നിങ്ങൾ അള്ളാഹുവിന് നിങ്ങളുടെ ദീനുകൾ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണോ? ഇതൊക്കെ അള്ളാഹിൻ്റെ ചോദ്യങ്ങളല്ലേ? ഇത് എല്ലാ കാര്യങ്ങൾക്കും ബാധകമല്ലേ സുഹൃത്തുക്കളെ? അതുകൊണ്ട് തന്നെ ഇടത് കൈ കൊണ്ട് കുടിക്കുന്ന ശീലം ധാരാളമായി ഇന്ന് അതൊരു ഫാഷൻ്റെ പേരിൽ വർദ്ധിച്ചു വരികയാണ്. ആരെങ്കിലും ഒരാൾ വലത്തെ കൈ കൊണ്ട് കുടിക്കുമെന്ന് പറഞ്ഞാൽ അവനോട് ദേഷ്യപ്പെടുന്ന കാലമാണ് പലപ്പോഴും. ദേഷ്യപ്പെടാതിരിക്കാൻ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുക? കഴിയുന്നത്ര നമ്മൾ സ്വകാര്യ ഉപദേശം നൽകുകയാണ് വേണ്ടത്. അത് നമ്മൾ പറയുന്നവർ ശ്രദ്ധിക്കുക. കൂട്ടമായിട്ട് ഒരാൾ കുറേ ആൾക്കാരിരുന്ന് വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ഇവിടുന്നാണ് പറയണം, എന്താടാ അടുത്ത കൈ കൊണ്ട് കുടിക്കുന്നത്, വലത്തെ കൈ കൊണ്ട് കുടിക്കടാ. എല്ലാവരും അയാളെ നോക്കി അയാളെ ഇൻസൾട്ട് ചെയ്തു. അതുണ്ടാകാൻ പാടില്ല. നമ്മളൊരാളോടൊരു കാര്യം പറയുമ്പം മാന്യമായി ഒരു നസീഹത്തോടെ, അങ്ങനെ ആ നിലക്ക് അയാൾ വഷളാകുന്നൊരവസ്ഥയൊന്നുമില്ലാതെ ആയിരിക്കണം ഒരാളോട് പറയേണ്ടത്. അതേ അവസരത്തിൽ അങ്ങനെയൊക്കെ പഠിച്ചൊരു സമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ച് വളരെ കൃത്യമായി അള്ളാഹുവിൻ്റെ റസൂൽ ഗൗരവത്തോടെ പറയേണ്ട സമയത്ത് പറഞ്ഞിട്ടുമുണ്ട്. ഒക്കെ പഠിച്ച ആൾക്കാർ ഇതിങ്ങനെ ചെയ്ത് പിന്നെയും ഒരു അഹങ്കാര മനസ്ഥിതിയോടുകൂടെ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തോടെ ഇടപെട്ടിട്ടുണ്ട്. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ കാണുന്നു. അയാൾ എന്ത് ചെയ്യുന്നു? ഇടത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കും, വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ കണ്ടപ്പോൾ അയാളോട് പറഞ്ഞു, ഇടത് കൈ കൊണ്ട് കഴിക്കല്ലേ, ഇടത്തെ കൈ കൊണ്ട് തിന്നാൻ പാടില്ല, ശൈത്താൻ്റെ പരിപാടിയാണ്. വിരോധിച്ചു അള്ളാഹുവിൻ്റെ റസൂല്. അത് അയാളോടത് പാടില്ല എന്ന് പറഞ്ഞു. അപ്പം അയാൾ ഉടനെ എടുത്തടിച്ച പോലെയുള്ള മറുപടി, അഹങ്കാരത്തിൻ്റെ മറുപടി അയാൾ പറഞ്ഞു, ലാ അസ്തതിഉ, എനിക്ക് പറ്റൂല. എനിക്ക് പറ്റൂല ആരോടാ പറയണത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട്. എനിക്ക് പറ്റൂല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറഞ്ഞത് എന്താണെന്നറിയോ? എങ്കിൽ മുസ്തതഅത്, ഇനി നിനക്ക് പറ്റൂല, ഇനി നിനക്ക് പറ്റൂല. അഹങ്കാരം കൊണ്ട്, അറിവുകേട് കൊണ്ടൊന്നുമല്ല പറഞ്ഞത്. ഹദീസിൻ്റെ ബാക്കി ഭാഗത്ത് കാണാം, മാ മനഅഹു ഇല്ലൽ കിബ്ർന്ന്, അഹങ്കാരമല്ലാതെ അയാൾ അതിൽ നിന്ന് തടഞ്ഞില്ല എന്ന്. വിവരം കെട്ട വിവരക്കേടുള്ള ഒരാളൊന്നുമല്ല. ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് അയാൾക്ക് നിയമമൊന്നും അറിയാതെ പണ്ട് അറാബി മദീനത്തെ മസ്ജിദിൽ മൂത്രമൊഴിച്ചില്ലേ, സഹാബികളൊക്കെ കൂടി അയാളെ മൂത്രം മുറിക്കാൻ പോയി ചെന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? നിങ്ങൾ മാറിക്കുക, അയാൾ മൂത്രമൊഴിച്ചോട്ടെ എന്നാണ് പറഞ്ഞത്. പള്ളിയാണ്, അയാൾ മൂത്രമൊഴിച്ചോട്ടെ എന്ന്. അത് കഴിഞ്ഞതിന് ശേഷം അള്ളാഹിൻ്റെ റസൂല്
പറഞ്ഞു നിങ്ങളൊരു തൊട്ടി വെള്ളം കൊണ്ടുവന്നിട്ട് അവിടെ ഒഴിച്ചാളിന്ന്. എന്നിട്ട് ഈ അയറാബിയോട് വിളിച്ചിട്ട് സ്നേഹത്തോടെ പറയും ചെയ്തു, പള്ളി എന്ന് പറഞ്ഞാൽ ഇതിനൊന്നുള്ളതല്ല, ഇനി ആവർത്തിക്കരുത് കേട്ടോ. എന്തൊരു നല്ല ഉപദേശം, എന്തൊരു പെരുമാറ്റം. അതെന്താ? അദ്ദേഹത്തിന് അറിവില്ല. അദ്ദേഹം ആദ്യമായി വരികയാണ്. അദ്ദേഹം ഇസ്ലാമിൻ്റെ നിയമമൊന്നും അയാൾക്ക് അറിയില്ല. അയാളൊരു സ്ഥലം പോലെ മറ്റ് സ്ഥലം പോലെ പള്ളിയും കണ്ടു. അയാൾ അതും പുറത്തൊക്കെ നിർവഹിക്കുന്നത് പോലെ പടിയും നിർവഹിക്കാൻ മണലല്ലേ കാണുന്നത്. മൂത്രാണ്ടായ അത് ഉള്ളിലേക്ക് ഭൂമിയാണ് വലിച്ചെടുക്കും. അത്രയല്ലേ ഇപ്പോൾ അയാൾക്കറിയുള്ളൂ. ഒരു ഗ്രാമീണനായ മനുഷ്യനാണ് പാവം. മുസ്തഫയിൽ ഇടപെട്ട രീതിയുണ്ടോ? അതേ അവസരത്തിൽ ഇവിടെ ഇതല്ല പ്രശ്നം, ഇത് വെറും കിബർ. അതൊക്കെ പഠിച്ച ആളോട് പറഞ്ഞു കൈക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ കൈക്കും എനിക്ക് പറ്റൂല, ഇങ്ങനെ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞു. കണ്ടോ? നോക്കി നിങ്ങളെ രണ്ട് സമീപനം നോക്കി നിങ്ങൾ. പിന്നെന്താ ഉണ്ടായത്? ചരിത്രം പറയുന്നത് എന്താ? അയാൾക്ക് മരണം വരെ പിന്നെ അയാളെ വലത്തെ കൈ വായിലേക്ക് പൊങ്ങിയിട്ടില്ല. കൈ കുഴഞ്ഞു, പിന്നെ അയാൾക്ക് ആ കൈ പൊക്കാൻ പറ്റിയിട്ടില്ല. ഇസ്ലാമിൻ്റെ ഒരു നിയമത്തെ അറിവില്ലാതെ ഒരാൾ ചെയ്യുന്നതും മനഃപൂർവ്വം ധിക്കാരത്തോടെ, പരിഹാസത്തോടെ, അഹങ്കാരത്തോടെ ഒരാൾ അതിനെതിരെ നിൽക്കുന്നതും രണ്ടും രണ്ടാണ്. അറിവില്ലാതെ നമ്മളൊരു പ്രവൃത്തി ചെയ്താൽ നമ്മൾ കുറ്റക്കാരനാവില്ല. നേരെ മറിച്ച് അറിഞ്ഞുകൊണ്ട് ഒരു ധിക്കാര മനസ്ഥിതിയോടെ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അത് ഇസ്ലാമെന്ന് തീർച്ചാണ് പോണ പരിപാടിയാണ്. അപ്പം അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടോ, സമീപനങ്ങൾ നമ്മൾ സാഹചര്യത്തിൻ്റെയും സന്ദർഭത്തിൻ്റെയും തേട്ടമനുസരിച്ചുകൊണ്ട് നമ്മൾ സ്വീകരിക്കുന്ന സമീപനങ്ങളിൽ നമ്മൾ വ്യത്യസ്തത പുലർത്തണം. ഒരാളെ ഉപദേശിക്കുമ്പോഴും അയാളെ തടയുമ്പോഴൊക്കെ. പക്ഷേ നമ്മളത് പറയാതിരിക്കരുത്. അങ്ങനെ പറയാതെ പോയാൽ ഇതൊക്കെ ഇവിടെ പറയുന്ന ഒരു തലമുറ സദാ നിലനിന്നതുകൊണ്ടാണ് നമ്മുടെ ഈ തലമുറയിലും നമുക്ക് വലത്തെ കൈകൊണ്ടേ കുടിക്കാവൂ, ഇടത്തെ കൈകൊണ്ട് തിന്നും കുടിക്കും പറ്റൂല എന്ന് നമ്മുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നത്. ഒക്കെ ഇപ്പോൾ പറഞ്ഞ ആൾക്കാർക്ക് എന്താ തോന്നുക എന്ന് വിചാരിച്ചിട്ട് നമ്മളത് പറയലാണ് നിർത്തിയാലോ, അടുത്തൊരു തലമുറ വരുമ്പോൾ ഒട്ടും ഇങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടാവില്ല. അതിനാരാ കുറ്റക്കാരാവുക? മൗനം പാലിക്കുന്ന ആളുകൾ. അതുകൊണ്ട് നമ്മൾ പറയേണ്ട ഡ്യൂട്ടി നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തില്ലേ, കുട്ടികൾക്ക് തന്നെ പഠിപ്പിച്ചു കൊടുത്തില്ലേ, മോനെ നിൻ്റെ വലത്തെ കൈ കൊണ്ട് ഭക്ഷിക്ക്, സമ്മില്ല, വലത് കൈ കൊണ്ട് തിന്നണം, ബിസ്മി ചൊല്ലണം, അടുത്ത് നിന്ന് ഭക്ഷിക്കണം എന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്തില്ലേ? വീട്ടിൽ നിന്നേ ആ കൾച്ചർ നമ്മൾ പഠിപ്പിച്ച് വളർത്തി കൊണ്ടുപോകണം. ഓരോ ഭക്ഷണത്തിൻ്റെ മര്യാദകളിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ വിരൽ ഇമ്പുന്ന കാര്യം, മറ്റു കാര്യങ്ങളും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെയല്ലേ പഠിപ്പിച്ചു കൊടുത്ത്. ഭക്ഷണം വേസ്റ്റാക്കാതിരിക്കാനും മറ്റു കാര്യങ്ങളും ഒക്കെ അതാത് ഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റേതായ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞും നാളിൽ തൊട്ടേ അതിന് വേണ്ട എല്ലാ തെർബിയത്തുകളും അവിടുന്ന് നൽകാറുണ്ടായിരുന്നു. അത് തന്നെയാണല്ലോ വിശ്വാസികളും മാതൃകയാക്കേണ്ടത്. നമ്മുടെ വീടുകളിൽ തുടങ്ങണം. അത് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ പാപ്പാരും ഉമ്മാരും അത് ശ്രദ്ധയിൽപ്പെടുമ്പോൾ അവരത് തിരുത്തി കൊടുക്കണം. അതിന് വാപ്പാക്കും ഉമ്മാക്കും അതിന് കഴിയണം. വാപ്പിയും മീൻ തന്നെ ഇങ്ങനെ സാൻഡ്വിച്ച് വലത്തെ കൈ കൊണ്ട് ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ പിന്നെ കുട്ടികളെ തന്നെയല്ലേ കാണുക, പിന്നെ ഒരു തെറ്റില്ലാന്ന് തോന്നും. പിന്നെ ഇപ്പം ഇതൊക്കെ പറയുമ്പോൾ ഇന്ന് കേൾക്കുന്നൊരു ആരോപണം അല്ലെങ്കിൽ ആളുകളുടെ ഒരു മറുപടി എന്ന് പറയുന്നത്, ഇത്രയൊക്കെ കുടിസാക്കണം, നിങ്ങൾ ഒത്തിരി ഒന്നാണ്ട് ഫ്ലെക്സിബിൾ ആക്കിക്കൂടെ എന്നാണ്. പറ്റൂല. ഇങ്ങനെ ഇത് നോക്കിയാൽ ഇതിപ്പോൾ ഫ്ലെക്സിബിളാണ്. എന്താ അത്തരം കാര്യങ്ങൾ നമുക്കൊക്കെ അങ്ങനെ ഒരു ലാഘവ ബുദ്ധി തോന്നുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ പറ്റൂല. അങ്ങനെ നമുക്ക് തോന്നിക്കഴിഞ്ഞ് നമ്മൾ മിണ്ടാതായാലാണ് ഞാൻ പറയുന്നത് അടുത്ത തലമുറയ്ക്ക് ഇത് തീരെ നഷ്ടപ്പെടും. അതുകൊണ്ട് ആരെന്തോ വിചാരിക്കട്ടെ, നമ്മൾ വലത്തെ കൈ കൊണ്ട് തന്നെ തിന്നുക, വലത്തെ കൈ കൊണ്ട് തന്നെ കുടിക്കുക. മറ്റുള്ളവരൊക്കെ നോക്കണ്, ആ ചാറൊക്കെ ഇത് ക്ലാസ്സുമലായി കണ്ടില്ലേ മാപ്പിള കാട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ഇതുണ്ടാവില്ലേ ഒക്കെ നമുക്ക് തോന്നുകയാണ്. നമുക്ക് തോന്നുന്നു നമ്മളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ആ നിലക്ക് പിന്നെ നമ്മൾ ഗ്ലാസ് ആകുമ്പോൾ ഇനി നമുക്ക് അത്ര ഇത് തോന്നുന്നുണ്ടോ നമ്മളോടതിന് ഈ നമ്മളിപ്പോൾ ഭക്ഷണമൊക്കെ കറിയും ഇതൊക്കെ ഉണ്ടോ, നമ്മൾ ശരിക്കും വിരലൊക്കെ വൃത്തിയാക്കിയിട്ട് നിങ്ങൾ വെള്ളം കുടിച്ചോ, ആ ഗ്ലാസ്സും ഒന്നും ഉണ്ടാവില്ല. ഇതതിന് നമ്മൾ കൈയഴുകണേനെ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞ രൂപത്തിലുള്ള ചര്യ അനുസരിച്ചാണോ? നമ്മൾ ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് ഒക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു 10% നമ്മളുടെ വിരലുമ്മലും കൈമ്മലും ഒക്കെ ആയിട്ടുണ്ടായിട്ട് അത് ആ വാഷ് ബേസിനിൽ കൊണ്ടുപോയിട്ട് കഴുകിക്കളയുന്നത്. ഒരു 10% നമ്മളെ കൈമ്മലുണ്ടാവും.
കുറേ വറ്റുണ്ടാവും, ചോറാണെങ്കിൽ കുറേ വറ്റും കറിയും ഒക്കെ കൂടി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നിന്നിട്ട് അത് കൊണ്ടുപോയിട്ടാണ് ആ വാഷ് ബേസിനാടെയും കുറച്ചേ ഞാൻ പറയും ഇതാ വെള്ളം പോകണില്ല എന്ന്. എന്താ ഫുഡ് വേസ്റ്റ് അവിടെ തങ്ങി നിൽക്കുകയാണ്. മുസ്തഫ പറയിപ്പിച്ചതെന്താ, നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കഴുകരുത് നിങ്ങളെ കൈ. ഏതുവരെ? നിങ്ങൾ നക്കണം എന്നാണ് പറയണത്. നിങ്ങളെ കൈകൾ വിരലുകൾ നിങ്ങൾ നക്കണം. ഒന്നുകിൽ നിങ്ങൾ സ്വയം നക്കിക്കോ അല്ലെങ്കിൽ നക്കിപ്പിച്ചോ എന്നാണ്. ഇനിയിപ്പോൾ നാളെ ക്ലിപ്പാവും. അയ്യേ നക്കിപ്പിക്കുന്ന മതം, നിങ്ങളാണ് ക്ലിപ്പാക്കൂട്. നമുക്കിവിടെ ദീന് പറയാതിരിക്കാനൊന്നും പറ്റൂല. ഒരു സെക്കൻഡാണ് മുറിച്ചിട്ട് ബാക്കി പറയണവും കൂടിയും കേട്ടോ. അവനാనికి ഇഷ്ടമുള്ള ആൾക്കാരെ ഇപ്പോൾ നമ്മളൊക്കെ നമ്മളെ വാപ്പാർ നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് ചോറ് വാരിത്തരുമ്പോൾ അല്ലെങ്കിൽ ഉമ്മാർ ചോറ് വാരിത്തരുമ്പോൾ വാപ്പാർ എന്നാ ഉമ്മാൻ്റെ ഒട്ടി ഇതും കൂടിയാണ്ട് നക്കിക്കാന്ന് പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ ഉമ്മാൻ്റെ ആ വിരൽ വാങ്ങിയിട്ട് ഇങ്ങനെ നോക്കും നമ്മൾ. അത് നമുക്ക് നമ്മുടെ ഉമ്മയോടുള്ള സ്നേഹമാണ്, നമ്മുടെ ഉപ്പനോടുള്ള സ്നേഹമാണ്. ഇതേമാതിരി സ്നേഹമുള്ള വാപ്പ, ഉമ്മ, ഭാര്യ, ഭർത്താവ് ഇവരൊക്കെ അങ്ങനെ അതൊക്കെ ഒരു പ്രശ്നമല്ല. നിങ്ങൾ നക്കിപ്പിക്കുക എന്ന് പറയുമ്പോൾക്ക് വേണ്ടല്ലേ മുഹമ്മദ് മറ്റുള്ളവരൊക്കെ ഭക്ഷണം തൻ്റെ സ്വയം ഇത് നക്കിപ്പിക്കാൻ നടക്കുന്ന ആളാണ്, നിങ്ങൾ ക്ലിപ്പുണ്ടാക്കണ്ടെന്ന്. അതാ ഈ പറയുന്നത്. ഇത് മുസ്ലിമീങ്ങളോടാ പറയുന്നത്. ഇത് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനോടും മഹബത്ത് കാണിക്കുന്ന, നിങ്ങൾക്ക് ഏറ്റവും വലിയ റോൾ മോഡൽ മുത്ത് മുസ്തഫയാണെന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങളോടായി പറയുന്നത്. അതിന് നിങ്ങൾക്ക് കുരു പൊട്ടിയിട്ട് എന്താ കാര്യം? ഏത് ക്ലാസ് എടുത്തു കഴിഞ്ഞാലും അപ്പം ഇറങ്ങും ഒരു ക്ലിപ്പ്. തലയും പാലും മുറിച്ചിട്ട് ഒന്നുകിൽ യുക്തിവാദ്യരതിലുണ്ടാവും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആൾക്കാരതിലുണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ നമുക്കിവിടെ ദീന് പറയാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്, ഇങ്ങനെ ഈ ഭക്ഷണമൊക്കെ ഇങ്ങനെ വേസ്റ്റ് ആക്കരുതെന്നാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, കൈമലുണ്ടെങ്കിൽ അത് വൃത്തിയാക്കിയിട്ട് പോയി കൈ കഴുകുന്നാണ് പറയണത്. അങ്ങനെ വൃത്തിയാക്കി കൈ കഴുകുമ്പോൾ പിന്നെ അവിടെ വേറെന്താ പ്രശ്നം വരാനുള്ളത്? അപ്പം സഹോദരങ്ങളെ, ഇത് ആർക്കും വേണ്ടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണ്ടാന്ന്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ആ മാതൃക നമ്മൾ കാണിച്ചു കൊടുക്കണം. പൊതു സദസ്സല്ലേ, മറ്റുള്ളവൻ എന്താ വിചാരിക്കാന്നല്ല, മറ്റുള്ളവന് കാണിച്ചു കൊടുക്കുകയെന്ന്. വെള്ളം വലത്തെ കൈ കൊണ്ട് തന്നെ കുടിക്ക്, ഇടത്തെ കൈ കൊണ്ട് കുടിക്കരുത്. എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ അല്ലാതെ എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരുത്തൻ്റെ വലത്തെ കൈയിന് വിരൽ തയ്ച്ചില്ല, അവൻ ഇടത്തെ കൈ കൊണ്ട് കുടിക്കേണ്ടി വരികയാണ്, അല്ലെങ്കിൽ അവൻ്റെ കൈ കുഴഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ കയ്യുമ്പോൾ മുറിവുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാണെങ്കിൽ അത് മനുഷ്യത്വത്തിൻ്റെ നിയമമല്ലേ, ആർക്കും അറിയില്ലേ, അത് അള്ളാഹ് അംഗീകരിച്ചു തന്നതല്ലേ. അതിലിപ്പോൾ ഇവിടെ ആർക്കാ തർക്കം? ഒരു തർക്കമില്ലല്ലോ. ഇവിടെ പൊതുവായ കാര്യമാണ് ഈ പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, പൈശാചികമായ പ്രവർത്തനങ്ങളുടേതായ ഏത് കാര്യങ്ങളിലും നിങ്ങൾ അതിനെ അനുകരിക്കരുത്. അത് പൈശാചികം തന്നെയാണ് എന്ന് നമ്മൾ പഠിപ്പിക്കണം. അത് ശൈത്താൻ്റെ പണിയാണ് തന്നെ പറയണം കുട്ടികൾ. അള്ളാൻ്റെ റസൂൽ അതല്ലേ നമുക്ക് കാരണം പറഞ്ഞു തന്നത്. നമ്മൾ നമ്മുടെ മക്കളോടും ബന്ധപ്പെട്ട പൊതുജനങ്ങളോടും പഠിപ്പിക്കുമ്പോൾ ഇടത് കൈ കൊണ്ട് തിന്നലും കുടിക്കലും പൈശാചികമാണ് എന്ന് തന്നെ പറയണം. അപ്പോൾ അതിന് ഗൗരവമുണ്ടാവുള്ളൂ. തെറ്റാണ്, പൈശാചികമാണത്, പിശാച്ചാണ് അങ്ങനെയാ. ഓ, അപ്പോൾ പിശാച്ച് തിന്നും കുടിക്കുകയൊക്കെ ചെയ്യോ? ആ, തിന്നും കുടിക്കുകയും ചെയ്യും. പിശാച്ചും ഭക്ഷണം കഴിക്കുന്നതെന്ന് മനസ്സിലായി, പിശാച്ചും കുടിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അതെന്താണെന്നുള്ളത് അവരുടെ ലോകമാണ്. അവരുടെ ലോകത്ത് അവർക്കുള്ള ഭക്ഷണം എന്താണ്, അവരുടെ പാനീയം എന്താണെന്നൊക്കെ അത് അവർക്ക് അല്ലാഹു തആല എന്താണോ ആ ഒരു ലോകത്തെ സംബന്ധിച്ചിടത്തോളം വഹയിലൂടെ നമുക്ക് അറിയിച്ചു തന്നത് നമുക്ക് പറയാൻ പറ്റും. അല്ലാത്തത് നമുക്ക് ഊഹിച്ചു പറയാനൊന്നും നിവൃത്തിയില്ല. ഇനി ഇതേ കാര്യം തന്നെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു ഇതിൽ മാത്രമല്ല, ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, വലത്തേ കൈ മുന്തിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ കാര്യങ്ങളിലും നമുക്ക് പുണ്യമുള്ള കാര്യമായി പറഞ്ഞതാണ്. ഏതിലും വലതിനെ മുന്തിക്കുക. അത് ഭക്ഷണം കഴിക്കുന്നിടത്തും വെള്ളം കുടിക്കുന്നിടത്തും മാത്രമല്ല, ഇസ്ലാമികമായിട്ടുള്ള സംസ്കാരത്തിൽപ്പെട്ടതാണ് ഏതിലും വലതിനെ മുന്തിക്കണം എന്നുള്ളത്. അള്ളാഹുവിൻ്റെ റസൂലിന് യുഅ്ജിബുഹു തയമ്മുൻ ഫീ തനഉലിഹി വതറജ്ജുലിഹി വഫീ ശഅനിഹി കുല്ലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലതുഭാഗത്തിന് മുൻഗണന കൊടുക്കാറുണ്ടായിരുന്നു. ഫീ തനഉലിഹി, അവിടുന്ന് പാദരക്ഷ ധരിക്കുന്ന വേളയിൽ, നഅല് ധരിക്കുമ്പോൾ, വതറജ്ജുലിഹി, മുടി ചീകുമ്പോൾ, തെർജീൽ മുടി ചീകുമ്പോൾ, വഫീ ശഅനിഹി കുല്ലിഹി, അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ വുളൂഇൽ നമ്മൾ ആദ്യം വലത് കൈകളാണ് വലത് ഭാഗമാണ് മുന്തിക്കുന്നത്. ഷൂടുമ്പോഴും ചെരുപ്പിടുമ്പോഴും പോലും നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ കൂലിയാണ് വലത്തെ ഭാഗം കൊണ്ടിടുക. ഊരുന്നത് ഇടത്തേൽ, അവസാനം പിന്നെ വലത്തെ കാലിൽ നിന്ന് ഊരിക്കളയുക. വസ്ത്രം ധരിക്കുമ്പോൾ നമ്മൾ പാൻസ് ഇടുകയാണെങ്കിൽ ആദ്യം വലത്തെ കാല് നമ്മൾ പ്രവേശിപ്പിക്കുക. ഷർട്ട് ഇടുകയാണ്, ഷർട്ട് ഇടുമ്പോൾ ആദ്യം വലത്തെ കൈ പ്രവേശിപ്പിക്കുക.
അണ്ടർവെയർ ധരിക്കുകയാണ് നമ്മൾ ആദ്യം വലത് കാല് പിന്നെ പ്രവേശിപ്പിക്കുക. ഇതൊക്കെ നമ്മൾ നിസ്സാരായി ഇതൊക്കെ നമുക്ക് പുണ്യല്ലേ. അപ്പോൾ വലത്തേതിനെ മുന്തിക്കുക എന്നുള്ളത് അങ്ങനെയാണ്. ഇനി അത് മാത്രല്ല ചില റിപ്പോർട്ടുകളിൽ നമുക്ക് ഇത്ര കൂടി കാണാൻ സാധിക്കും. അത് പറഞ്ഞിട്ട് നിങ്ങൾ വലത്തേ കൈ കൊണ്ട് എന്ത് ചെയ്യണം? വാങ്ങണം. വലത്തേ കൈ കൊണ്ട് കൊടുക്കണം. അപ്പോൾ ഒരാൾക്ക് ഒരു സംഗതി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് കൊടുക്കേണ്ടത്? വലത്തേ കൈ കൊണ്ട്. ഒരാൾ നമുക്കൊരു സംഗതി തരികയാണെങ്കിൽ നമ്മൾ വാങ്ങേണ്ടത് ഏതുകൊണ്ടാണ്? വലത്തേ കൈ കൊണ്ട്. ഇപ്പോൾ നമുക്ക് വഴിയിൽ വെച്ചിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനമൊക്കെ മേടിച്ച് പോരുകയാണ്. അപ്പോൾ വലത്തേ കയ്യിൽ നല്ല വെയിറ്റുള്ളൊരു സാധനമുണ്ട്. അപ്പോൾ ഒരാളൊരു സാധനൻ്റെ അടുത്ത് വന്നു. ഇപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ അത് കൈമാറാനെന്ന് പ്രയാസമാണ്. അപ്പോൾ ഇടത്തേ കൈ കൊണ്ട് വാങ്ങിക്കൂടാന്നുണ്ടോ? അത് വേറെ നിയമമാണ്. പൊതുവായ കാര്യമാണ് ഈ പറയണത്. കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴൊക്കെ വലത്തേ കൈ. അതാണ് ഇസ്ലാം പറഞ്ഞു തന്നിട്ടുള്ളത്. അവിടെയും അതിനെ മുന്തിക്കാൻ വേണ്ടി പറഞ്ഞു. അവിടെയും ആ റിപ്പോർട്ടിലും നമുക്ക് കാണുവാൻ സാധിക്കും, ഫൈന ശൈത്താന യഅ്കുലു ബിശിമാലിഹി വയശ്റബു ബിശിമാലിഹി വയുഅതി ബിശിമാലിഹി വയഖുദു ബിശിമാലിഹി. അവൻ കൊടുക്കുമ്പോൾ അവങ്ങൊക്കെ ചെയ്യാൻ ഇടത്തെ കൈ കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇസ്ലാമികമായ ഏതേത് കാര്യങ്ങളിലാണ് നമുക്ക് നിയമങ്ങൾ കിട്ടാത്തത്? അതുകൊണ്ട് യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സഹാബത്തിനോട് പറഞ്ഞ് കളിയാക്കാനാണ് അവർ പറഞ്ഞത്. നിങ്ങളെ നബി എന്ന് പറഞ്ഞാൽ അല്ലാത്തൊരു നബിയാണല്ലോ, എന്തൊക്കെയായി പഠിപ്പിച്ചു തരുന്നത്? മലമൂത്ര വിസർജനത്തിന് പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് നിയമമുണ്ടല്ലേ? ഉണ്ട് എന്നാണ് പറഞ്ഞത്. എല്ലാ നിയമവും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് ഇസ്ലാം. സമ്പൂർണ്ണമാണത്. സർവ്വമേഖലകളിലേക്കുമുള്ള നിയമങ്ങൾ പഠിപ്പിച്ചു തന്ന ദീനുൽ ഇസ്ലാം. അപ്പം അതുകൊണ്ട് തന്നെ ഏത് മേഖലയിലാണെങ്കിലും സത്യവിശ്വാസികൾ എപ്പോഴും അവരുടേതായ ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ആ അദബാണ് അവർ പാലിക്കേണ്ടത്. അതേ അവസരത്തിൽ ആളുകൾക്കൊപ്പിച്ചുകൊണ്ട് ജനസമൂഹത്തിന് എന്താണോ താല്പര്യം, ജനങ്ങൾക്ക് എന്തിനോടാണോ ഇഷ്ടം, ആ ഇഷ്ടത്തിനെതിരെ ഞാൻ ചെയ്താൽ ഞാൻ ഒറ്റപ്പെടും എന്ന് വിചാരിച്ചിട്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കൾച്ചറുകളിൽ നിന്ന്, സംസ്കാരങ്ങളിൽ നിന്ന്, ആദാബുകളിൽ നിന്ന് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? പിറകോട്ട് മാറരുത്. ആ വിഷയത്തിൽ മാത്രമൊന്നുമല്ല, നിർബന്ധമായുള്ള നിസ്കാരങ്ങൾ ഫ്ലൈറ്റിൽ നിന്നും ട്രെയിനിൽ നിന്നും എത്ര പേര് ഒഴിവാക്കുന്നു? കാരണം എന്താ കാരണം പറയുന്നത്? ചിലർക്ക് കാരണം വസ്വാസ് തീരുന്നില്ല. കാരണം കിബിലൊന്നുമില്ലാതെ റുക്കൂഴും സുജൂദും ഒന്നും മര്യാദക്ക് ചെയ്യാൻ പറ്റാതെ ഫ്ലൈറ്റിൽ നിന്ന് നിസ്കാരം, ട്രെയിനിൽ നിന്ന് നിസ്കാരം എന്നാണ് പറയുന്നത്. കിബിലൊന്നും ഇല്ലല്ലോ. ട്രെയിനിൻ്റെ ഭാഗത്തേക്ക് ഓടുകയാണ്, അവിടെ എന്ത് കിബില? ഫ്ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്, അവിടെ എന്ത് കിബില? അപ്പോൾ അത് ശരിയാവില്ല, അവനക്ക് വസ്വാസ് തീരുന്നില്ല. നമ്മൾ റുക്കൂഴും സുജൂദും ഒന്നും പറ്റണില്ലല്ലോ. അതൊക്കെ ആളുകൾക്ക് ശൈത്താനായി തോന്നിപ്പിക്കുന്നത്. വാസ്തവത്തിൽ ഇസ്ലാമിലൊക്കെ ഇളവ് തന്നില്ലേ? നമുക്ക് കിബില പറ്റൂല. നമ്മളോട് ഫത്തഖുല്ലാഹ മസ്തതാഴ്ത്തും, നിങ്ങളെ കഴിയുന്നത് പോലെ നിങ്ങൾ നിർവഹിക്കുന്നല്ലേ. എത്ര ആൾക്കാരാണ് ഇവിടുന്ന്? നമ്മൾ അധിക ഫ്ലൈറ്റുകളും പലപ്പോഴും രാത്രിയിൽ നമ്മൾ യാത്ര ചെയ്യും. ഇവിടുന്നാണ് കയറി അവിടെ ഇറങ്ങുമ്പോൾ പലപ്പോഴും സുബഹി കഴിഞ്ഞിട്ടും ഉണ്ടാവും. ഇവിടുന്നാണ് കയറുമ്പോൾ സുബഹി ആയിട്ടുമില്ല. സുബഹിക്കുള്ളൊരു പ്രത്യേകത എന്താ വെച്ചെങ്കിൽ ജമ്മിനും വകുപ്പില്ല, ഒരു വകുപ്പ് കഴിഞ്ഞില്ല, സമയത്ത് തന്നെ ചെയ്യും വേണം. ആളുകൾ അങ്ങനെ കിടന്നുറങ്ങും, അങ്ങനെ ഉറങ്ങാനുണ്ടാവും. അതിന് പോയിട്ട് ഒരാൾ ഉളെടുത്ത് നിസ്കരിക്കില്ല. നിങ്ങളൊക്കെ യാത്രയിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കിയേ. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളെ ഫ്ലൈറ്റിൽ നിന്ന് എത്ര ആൾ നിസ്കരിക്കാൻ പോകുന്നുണ്ട്? പോകില്ല. എന്നിട്ട് പിന്നെ അവസാനം പോയിട്ട് പിന്നെ അതൊക്കെ പിന്നെ ലൂറിൻ്റെ സമയത്ത് കലാ വിട്ടാന്നാണ് പറയുക. അങ്ങനെ ഉണ്ടോ ഒരു കലാ വിട്ടൽ? മനഃപൂർവ്വം ഇതാണ്ട് ഒഴിവാക്കിയിട്ട്. അപ്പം നമുക്ക് അള്ളാഹു അതിൽ ഉളുവില്ലേ, ഉളു ഇവിടുന്ന് എടുത്തിട്ട് നമുക്ക് സോക്സ് ധരിച്ചിട്ട് പോകാം. ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തണം. പല ആളുകളും ചോദിക്കുന്ന ചോദ്യങ്ങൾ. നമുക്ക് നമ്മുടെ ഫ്ലാറ്റിൽ നിന്ന് തന്നെ ഉളു എടുക്കുമ്പോൾ തന്നെ സമ്പൂർണ്ണമായി കാല് കഴുകിയതിൻ്റെ ശേഷം കാലിൽ നമുക്ക് സോക്സ് ധരിക്കാലോ. സോക്സ് ധരിച്ചിട്ട് ഇനി നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് പലപ്പോഴും കാല് കഴുകാനാണ് പ്രയാസം വരിക. കാരണം അവിടെ സർക്കസ് കളിക്കേണ്ടി വരും. അവിടെ കാലൊന്നാണ് കയറ്റി വെക്കണേ. മാത്രമല്ല കാൽമുട്ട് വേദനയെ പ്രയാസമൊക്കെ ഉള്ളവർക്കൊന്നും നടക്കൂല. വലിയ കുട്ടികൾക്കും ചെറുപ്പക്കാർക്കൊക്കെ ചിലപ്പോൾ പറ്റിയെന്ന് വരും. നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കഴുകി അത് തന്നെ ഇനി ഒന്നാകെ നമ്മൾ ഉളുടുക്കാനാണ് കയറിയിട്ട് ഇപ്പുറത്ത് എയറോസ്റ്റസ് വന്നിട്ട് പിന്നെ ഒന്നാകെ വെള്ളം അങ്ങോട്ട് പുറത്തേക്ക് ഒഴുകിയിട്ട് ഒന്നാകെ വെള്ളം ചെലവഴിക്കണം എന്ന് അവിടെ നമ്മളോട് പറഞ്ഞാ. ചില ആൾക്കാർക്ക് ഉളുടുത്താണ്ട് വസ്വാസ് തീരുള്ള. കാരണം അങ്ങനെ കടഞ്ഞെടുത്തിട്ട് ഇങ്ങനെ പൈപ്പ് ഇങ്ങനെ പൂട്ടാതെ ഹൈ സ്പീഡിൽ ഇങ്ങനെ നിർത്തി പിന്നെ പിന്നെയും കഴുകി 3 വട്ടം ഉളുടുത്താലേ ഉളു ശരിയാവുള്ളൂ എന്ന് അള്ളാൻ്റെ റസൂൽ പറഞ്ഞിരിക്കണം. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ അല്ലേ അയാൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ഒരിക്കൽ ഉളുടുത്താൽ മതി, ഒരൊറ്റ തവണ മതി. കൈ ഒറ്റ തവണ കഴിക്കോ, വാഷ് ബേസിൽ പുറത്തൊക്കെ ഒന്നാവണ്ടേ, ഒറ്റ തവണ കഴിക്കോ.
ഒരു വട്ടം വായിൽ വെള്ളം കുപ്പിച്ചോ, ഒറ്റ വട്ടം മുഖം കഴുകിക്കോ, ഒറ്റ വട്ടം കൈ ശരിക്കാൻ കഴുകിക്കോ, രണ്ട് കൈയും. പിന്നെ തല തടയിലല്ലോ, അതിന് വെള്ളമൊന്നും പുറത്തു പോകില്ലല്ലോ. പിന്നെ കാല് കഴുകേണ്ട സാധനത്തോ തടവിക്കോന്ന്, ഒരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ നമുക്കതൊക്കെ ഇളവുകളില്ലേ? എന്നിട്ട് നിസ്കാരം ഒഴിവാക്കും, അതൊക്കെ ബുദ്ധിമുട്ടാറ്. എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് എന്തൊക്കെ ബിലൊന്നും ഇല്ലാതെ ഇപ്പം എങ്ങനെ ഇപ്പോൾ അത് എന്നിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ആൾക്കാർ, അങ്ങനെ ഉറങ്ങുകയാണ്. അതൊക്കെ നമുക്ക് സംവിധാനങ്ങളുണ്ട്, വകുപ്പുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. ദീനിൽ നിങ്ങൾക്ക് അള്ളാഹു ഒരു പ്രയാസവും നിശ്ചയിച്ചിട്ടില്ല. നോമ്പിൻ്റെ പ്രശ്നം പറഞ്ഞെടുത്തല്ലേ അള്ളാഹു തആല ചേർത്ത് പറഞ്ഞത്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. നിങ്ങൾക്ക് അള്ളാഹു ഒരിക്കലും ഞെരുക്കത്തെ ഉദ്ദേശിക്കുന്നില്ല, എളുപ്പത്തെ എത്രയേ അവൻ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ നമ്മൾക്ക് ഉപയോഗപ്പെടുത്താനും എല്ലാ സംവിധാനങ്ങളും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇനി അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഫ്ലൈറ്റൊന്നോ അതുപോലെ ഫ്ലൈറ്റിൽ നിന്ന് തൊട്ടിപ്പുറത്തിരിക്കണോ കാണൂലേ? എന്താ അവന് മടിയെന്നറിയോ? എന്താ അങ്ങനെ ഈ കാട്ടണം? ഇത് ഈ ചെങ്ങായിക്ക് എന്താ തലക്ക് സുഖമില്ലേ? എന്നിട്ട് എന്നെ വിചാരിക്കുമോ? അപ്പം ഞാൻ അങ്ങനെ ആട്ടണ് പിന്നെ എങ്ങനെ പോണ്, പിന്നെ ഒന്നും കൂടിയും കുനിയണ്. അപ്പോൾ അതൊക്കെ വിചാരിച്ചു നോക്കുന്നുണ്ട്. വേണ്ട, ആണും പെണ്ണൊക്കെ നിസ്കാരം ഒഴിവാക്കുകയാണ്. ട്രെയിനിലാണെങ്കിൽ പറയും വേണ്ട, ഒന്നാകെ ആൾക്കാർ നോക്കുകയാണ്, കുറേ ആൾക്കാരുണ്ടാവും ചിലപ്പോൾ. ഇതിനൊന്നും വകുപ്പില്ല സുഹൃത്തുക്കളെ. നമ്മളുടേതായ ഐഡൻറ്റിറ്റി നമ്മൾ നിലനിർത്തുന്നിടത്ത് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. ആ മുസ്ലിമിനൊന്നും തോന്നൂല, അവൻ നമ്മളെ റെസ്പെക്റ്റോടുകൂടി നമുക്ക് സൗകര്യം ചെയ്തു തരും. നമ്മൾ ഈ എല്ലാ ആൾക്കാരും ഈ നമ്മളോട് വലിയ വിരോധം വെച്ച് പുലർത്തുന്ന, നമ്മളെ മോശപ്പെട്ട രൂപത്തിൽ കാണുന്ന, വളരെ വെറുപ്പ് കാണിക്കുന്ന അത്തരത്തിലുള്ള ഫാസിസ്റ്റ് മനസ്ഥിതിയുള്ള ആളുകളാണ് എല്ലാവരും എന്നൊന്നും ആരും വിചാരിക്കണ്ട. അതൊക്കെ അങ്ങനെ ഒറ്റപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ടാവും. മഹാഭൂരിപക്ഷം വരുന്ന അമുസ്ലിമീങ്ങളും അവരേത് മതക്കാരാവട്ടെ, നമ്മളൊരു മതത്തിൻ്റെ ചിഹ്നവും അതിൻ്റേതായ കാര്യങ്ങളൊക്കെ നമ്മൾ പൊതുസ്ഥലത്ത് വെച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ റെസ്പെക്റ്റോടുകൂടെ കാണുകയും അവരെ കൊണ്ട് കഴിയാവുന്ന ഹെൽപ്പ് അവർ ചെയ്ത് തരുകയും ചെയ്യും. നമുക്ക് ഈമാനിൻ്റെ കുറവാണ്, നമുക്കാണ് ആ തോന്നല്. അത് നമ്മൾ മറ്റുള്ളവനെ പറയാം, അവനിക്കെന്താ, അവൻ എന്താ തോന്നുന്നത്, അവനൊന്നും തോന്നില്ല. അങ്ങനെ നമുക്ക് തോന്നണ്ടാച്ചാൽ മതി. വളരെ ക്ലിയറാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, ഈ തശബ്ബുഹിനോട് ആളുകൾക്ക് താല്പര്യം വരുന്നതും എന്തിനാണ്? ആളുകളുടെ കയ്യടി കിട്ടാനാണ്. തൻ്റേതായ മതകീയമായ കാര്യങ്ങളിൽ നിന്ന് പിറകോട്ട് പോകുന്നതും പലപ്പോഴും എന്തിനാണ്? അവനോട് തശബ്ബുഹാകാനാണ്. കാരണം അവൻ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അവനോട് തശബ്ബുഹായിട്ടില്ലെങ്കിൽ അവൻ എന്താ തോന്നുക? ഇത് രണ്ടുമില്ല ഇസ്ലാമിൽ, ഇത് രണ്ടുമില്ല. അതുകൊണ്ട് ആ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ കാര്യം, നമ്മുടെ ഹദീസിൻ്റെ ആശയത്തെ നമ്മൾ കൃത്യമായി നമ്മൾ നടപ്പിൽ വരുത്തണം. ഒരു കാരണവശാലും ഇടത്തെ കൈ കൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന സിസ്റ്റം അത് ഗൗരവമാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ലേ? പാടില്ല എന്ന് പറഞ്ഞില്ലേ? അള്ളാഹിൻ്റെ റസൂൽ റഹ്മത്തുല്ലിൽ ആലമീനായ അള്ളാഹുവിൻ്റെ റസൂലിന് ആ സ്വഹാബി ആ ധിക്കാരം പറഞ്ഞപ്പോൾ അയാൾക്കെതിരെ പ്രാർത്ഥനാ മനോഭാവത്തോടു കൂടി അവിടുന്ന് പ്രതികരിച്ചില്ലേ? മുസ്തഫ ആർക്കെങ്കിലും എതിരെ പ്രാർത്ഥിക്കുന്ന ആളാ? അങ്ങനെ എതിരെ പ്രാർത്ഥിക്കാനാണോ അള്ളാഹുവിൻ്റെ റസൂൽ നിയോഗിക്കപ്പെട്ടത്? അങ്ങനെ എതിരെ പ്രാർത്ഥിക്കുന്ന സ്വഭാവക്കാരനായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയ ഒരാളുടെ കിബറാണ് അയാളെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത് എന്ന് വന്നയിടത്ത് മാത്രമാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു രീതി സ്വീകരിച്ചിട്ടുള്ളത്. മറിച്ച് അവിടുന്ന് റഹ്മത്തുല്ലിൽ ആലമീനാണ്, സർവ്വലോകരോടും കാരുണ്യ മനസ്ഥിതിയുള്ള റഊഫാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയതാണ്, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. വാത്സല്യമുള്ളവനാണ്, റഹീമാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അവിടെ പറയുകയാണ്. ആ നബിയാണ് ഇവിടെ ഗൗരവം. അപ്പോൾ ആ വിഷയത്തിൻ്റെ ഗൗരവം എത്രയായിരിക്കും? അപ്പോൾ എത്രത്തോളം ഗൗരവം ഉണ്ടായിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ ഇടപെട്ടിട്ടുണ്ടാവുക? ഇത് നമ്മളും മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മളും മനസ്സിലാക്കണം. അങ്ങനെ അടുത്ത കൈ കൊണ്ട് കുടിക്കുന്ന ഒരു സില്ലി വിഷയമല്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് ഗൗരവം തന്നെയാണ്. അത് അവൻ്റെ ഐഡൻറ്റിറ്റി നിലനിർത്തുന്നതിൻ്റെ ഭാഗമാണ് എന്ന് തന്നെ അതിനെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടാകണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ തശബ്ബുഹിൻ്റെ വിഷയം, വേറെയും കുറേ വിഷയങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരുടേതായ ആഘോഷങ്ങൾ, അവരുടേതായ വേഷവിധാനങ്ങൾ, അവരുടേതായ മറ്റു കൾച്ചറുകൾ, അതൊന്നും മതകീയ മാനമുള്ള ഒന്നിനോടും നമ്മൾ തശബ്ബുഹാകരുത്. അതേ അവസരത്തിൽ മാനുഷികമായ കാര്യങ്ങളിലൊക്കെ നമുക്ക് വെച്ചിട്ടൊന്നുമില്ല. അവരും പാൻറ്റ് ധരിക്കുന്നു, നമ്മളും പാൻറ്റ് ധരിക്കുന്നു, അവരും മറ്റുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു, നമ്മളും മറ്റുള്ള വസ്ത്രം ധരിക്കുന്നു. അത് അവരിടുന്നുണ്ട് വിചാരിച്ചിട്ട് നമുക്കിടാതിരിക്കാൻ പറ്റില്ലല്ലോ. അതൊന്നും അവിടെ തശബ്ബുഹിനെതിരല്ല.
മതപരമായ കാര്യങ്ങളിലാണ് ഇത് പ്രത്യേകം എടുത്തു പറയേണ്ടി വരുന്നത്. ഇതൊക്കെ ചോദ്യങ്ങൾ വരികയാണ്. എന്നാൽ പിന്നെ അവരങ്ങനെ ചെയ്യണില്ലേ, പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് നമ്മൾ ഏതാണ് തശബ്ബുഹ്, വിരോധിക്കപ്പെട്ട തശബ്ബുഹ്, ഏതാണ് അനുവദിക്കപ്പെട്ട കാര്യം എന്നുള്ളത് വേർതിരിച്ചുകൊണ്ട് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ നമുക്ക് കൃത്യമായി എന്താണോ വിലക്കപ്പെട്ടത് അതിൽ നിന്ന് വിട്ടു നിൽക്കുവാനും അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് നമ്മുടെ ഐഡൻറ്റിറ്റിയോടുകൂടെ മുന്നോട്ട് പോകുവാനുമുള്ള തൗഫീഖ്, ആർജവം, ഈമാനികമായ കരുത്ത് അതൊക്കെ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അബദ്ധങ്ങളും അപാകതകളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.